നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, കുറൂരമ്മയുടെ ഉണ്ണി, നാരായണ ഭഗവാനെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. എനിക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഉണ്ടായത് ശരിക്കൊരു മഹാഭാഗ്യമാണ്. കാരണം പലതരത്തിലായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള പല ക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് അവിചാരിതമായിട്ടുള്ളൊരു വരവാണ്. ഞാൻ ഇങ്ങോട്ട് കടക്കണില്ല തോന്നിയതുകൊണ്ടാണ് ഭഗവാൻ പ്രഭാഷണം തന്നിട്ട് വിളിച്ചു വരുത്തിയത്. പ്രഭാഷണം ഒരു മഹതിയുടെ സമർപ്പണമായിട്ടും കൂടിയാണ് നടക്കണമെന്ന് അറിഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ കുറൂരമ്മ ട്രസ്റ്റിൻ്റെ തന്നെ ഇവിടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ വരികയുണ്ടായി. നടരാജഭാവം എന്നുള്ള ആ പ്രഭാഷണം അന്നത് നിമിത്തമായത് സുരേഷേട്ടൻ എന്നെ ഗുരുവായൂർ മഹാരുദ്രത്തിൻ്റെ അവിടെ വന്നിട്ടാണ് അമ്മിയൂർ വന്ന് കണ്ടത്. അന്ന് ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത്, എനിക്ക് സഹോദര തുല്യനായിട്ടുള്ള ഇവിടുത്തെ മേൽശാന്തി ബ്രഹ്മശ്രീ പുതുവന ശ്രീജിത്ത് നമ്പൂതിരി, അദ്ദേഹം അന്ന് ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ടാണ് തിരുമേനി പറഞ്ഞ ശരത്തേട്ടൻ എൻ്റെ ഉണ്ണിയുടെ അടുത്തേക്കും വരണം. അപ്പം അദ്ദേഹം വരാൻ വേണ്ടി കാത്തു നിന്നാണ്. അപ്പോൾ അദ്ദേഹം ഊഴം കഴിഞ്ഞ് വന്നു, ഇവിടെ വന്ന് ചുമതല ഏറ്റെടുത്തു. ഗുരുവായൂരപ്പൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അത് രസം എന്താ വെച്ചാൽ നമ്മുടെ ഷെഡ്യൂളൊക്കെ ഭഗവാന്റെ കയ്യിലാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നീ ഒരു ദിവസം കറക്റ്റ് ഒഴിവുള്ള ദിവസം, നാളേക്കായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നലേക്കായിരുന്നെങ്കിൽ എനിക്ക് ഈ ഭാഗ്യം കിട്ടില്ല. അപ്പോൾ ഭഗവാൻ അറിയാം എന്നാണ് ഇത്. എവിടെ നിന്നോ ഒരു എക്കോ വരുന്നുണ്ടല്ലേ. അപ്പം എന്താ വിഷയം പറയുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറൂരമ്മയുടെ മണ്ണാണ്. അമ്മയുടെ ഇല്ലം നിന്ന ആ പറമ്പിൽ, ആ ഇല്ലം നിന്ന അതേ സ്ഥാനത്ത്, അതിൻ്റെ ഹൃദയഭാഗത്ത്, ഒരു പക്ഷേ അതിൻ്റെ നടുവിറ്റം നിന്ന സ്ഥലത്താണ് ഇന്നത്തെ ശ്രീകോവിലെന്ന് സുരേഷേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ആ അമ്മയെക്കുറിച്ചും ഉണ്ണിയെക്കുറിച്ചും അല്ലാണ്ട് വേറെ എന്താ പറയുക. അപ്പോൾ അതുകൊണ്ട് ടോപ്പിക് കംസ് നാച്ചുറലി എന്ന് പറയും. അങ്ങനെ നാച്ചുറലായിട്ട് വന്ന ടോപ്പിക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനവധി കാലമായിട്ട് പല പ്രഭാഷണങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും കുറൂരമ്മ, വില്ലുമംഗലം, ഇവരെ രണ്ടുപേരും മേൽപ്പത്തൂർ ഞാൻ ഇതുവരെ സ്പർശിക്കാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നിട്ടില്ല. മാനവേദനും പൂന്താനും വിസ്തരിച്ചിട്ടുണ്ടായിട്ടുണ്ട്. പൂന്താനം തന്നെ 2 തവണ സംഭവിച്ചു, കഥകളല്ലെങ്കിലും ജ്ഞാനപ്പാന എന്ന രൂപത്തിൽ. പക്ഷേ കുറൂരമ്മ ഇത്രയും വൈകിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ്. എന്താ പറയുകയെന്നറിയില്ല, എങ്ങനെ പറയും, എങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുക, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലാളിത്യം എപ്പോഴും നമ്മളെ ഭയപ്പെടുത്തും. ലളിതമായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവാനും വാക്കുകളെ കൊണ്ട് പല അലങ്കാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പലതും പറയാനുമൊക്കെ പലപ്പോഴും വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വളരെ സ്ട്രെയിറ്റായിട്ട് പിയേഴ്സ് ചെയ്യുന്ന വിഷയങ്ങൾ നമുക്ക് പറയാൻ പേടിച്ചേ പറ്റും. ഭഗവാനാണെങ്കിൽ ആ ഭാഷ നന്നായിട്ട് അറിയുന്ന ആളുകൾ. മറ്റെവിടെയെങ്കിലും പറഞ്ഞ് പോകേണ്ടിയിരുന്നൊരു ടോപ്പിക്കാണത്. പക്ഷെ ഇത്രയും കാലം അദ്ദേഹം അത് പറയിപ്പിച്ചില്ല. എന്നിട്ടത് വളരെ നാച്ചുറലായിട്ട്, ഒന്നും അറിയാത്ത പോലെ ഒരു സിമ്പിൾ ഫ്ലോയിൽ കൊണ്ടുവന്നിട്ട് ആ അമ്മയുടെ ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടിറക്കിയിട്ട് അത് പറയേ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞോളും എന്ന ധൈര്യത്തിലാണ് ഞാൻ വന്നത്. കുറൂരമ്മയുടെ കഥ പറയാനല്ല ഞാൻ വന്നിരിക്കുന്നു. മീൻസ് കുറൂരമ്മയുടെ കഥ നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലായിടത്തും, ഇപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറയായിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് വരുന്ന സമയത്ത് ഇത്രയും ഒരു ഉൾനാട്ടിൽ 16-ാം നൂറ്റാണ്ടിൽ അവർ ജനിച്ചത് ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ്.
തൃശ്ശൂർ നഗരത്തിനോടടുത്തുള്ള ഒരു പ്രദേശത്താണ് ജനിച്ചത്. പക്ഷേ കുറൂരയ്ക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് വളരെ ചെറുപ്പത്തിൽ വിധവയായി. 10-12 വയസ്സൊക്കെ ആയപ്പോഴേക്കും തന്നെ ഏകാന്തതയുടെ ഒരു തടവറയിൽ വന്നിട്ട് തന്നെത്താൻ കാണാത്ത ആരോടോ സംസാരിക്കണു എന്ന് കരുതി ചിത്തഭ്രമാണെന്ന് ഒരാൾക്കാർ വിചാരിച്ച ഒരു പെൺകുട്ടി. ഗൗരി എന്നായിരുന്നു അമ്മയുടെ യഥാർത്ഥ പേരെന്നാണ് പറയുന്നത്. 1570 അമ്മ ജനിച്ചത്. 1640 70-ാമത്തെ വയസ്സിൽ ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു. 70 വയസ്സ് വരെയാണ് അമ്മയുടെ ജീവിതകാലം. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഉൾനാട്ടിലിരിക്കുന്ന ആ അമ്മ എങ്ങനെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച പല മഹാത്മാക്കളും ആ ദേവിയെ അന്വേഷിച്ച് വരാൻ കാരണമായി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുക. വാസ്തവത്തിൽ കുറൂരമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വന്നിട്ടുള്ളതിന് യാതൊരു തെളിവുമില്ല. ഒരുപക്ഷെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഗുരുവായൂർ ക്ഷേത്രം കാണാത്ത 2 പേര് തുഞ്ചത്തെഴുത്തച്ഛനും കുറൂരമ്മയായിരിക്കും. എഴുത്തച്ഛന് സാമൂതിരിയുടെ നാട്ടിൽ കാലുകുത്താൻ പാടില്ലായിരുന്നു. കാലുകുത്തിയ തലവെട്ട്. 2 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ച് തലനാരഴിക്ക് രക്ഷപ്പെട്ടു പോയതാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ സഹായം കൊണ്ട്. അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വരാൻ സാധിച്ചിട്ടില്ല. പിന്നെ അന്നത്തെ ഗുരുവായൂർ വളരെ ചെറിയൊരു സ്ഥലമാണ്. അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ക്ഷേത്രമല്ല. തിരുനാവായയാണ് അന്നത്തെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രം. നമ്മൾ ഇന്ന് കരുതുന്നൊരു പ്രാധാന്യം അന്ന് വന്നു തുടങ്ങിയിട്ടില്ല ശരി. പക്ഷേ നമ്മളൊക്കെ ഇവർ പറയുന്ന എല്ലാ മഹാത്മാക്കളും, മാനവേദനാണെങ്കിൽ അവിടെ അധികാരം കൊണ്ടാണ് അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥാനം വരണത്. അദ്ദേഹം സാമൂതിരിയായിരുന്നു. വില്ലുവങ്കലം സ്വാമിയാരാണെങ്കിൽ ലോകം മുഴുവൻ മാനിക്കപ്പെട്ട ഒരു മഹാഗുരുവായിരുന്നു. അവരിങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കും, അവിടെ ചെല്ലും, അത് എന്താ പറയുക, അവിടെ ഭഗവാന്റെ ചൈതന്യത്തെ മനസ്സിലാക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പൂന്താനാണെന്നുണ്ടെങ്കിൽ ഭാഗവതം വായനക്കാരനായിരുന്നു. ഒത്തില്ലാത്ത നമ്പൂതിരിമാരെന്ന് പറയും. വേദം പഠിക്കാം, പക്ഷെ പഠിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉപജീവനത്തിന് മാർഗ്ഗമില്ല. ഉപജീവനം എന്ന് പറഞ്ഞാൽ പുരാണം വായിക്കലാണ്. പുരാണം വായിച്ചാൽ എന്തെങ്കിലും കിട്ടും. അദ്ദേഹം കേരളത്തിൽ വായിക്കാത്ത ക്ഷേത്രങ്ങൾ കുറവാണ്. ഈ ആറന്മുളയിലും അതേപോലെ തന്നെ കൊട്ടിയൂരും ഒക്കെ അദ്ദേഹം പോയിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പൂന്താനം തിരുമേനിക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. മേൽപ്പത്തൂരാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യഗർവിൻ്റെ പാരമ്യതയിലും തോന്നിയവാസം പിടിച്ചിട്ടുള്ള കുത്തഴിഞ്ഞൊരു ജീവിതവും കഴിഞ്ഞ് പിന്നെ ഡിസിപ്ലിൻഡായി ഗുരുനാഥനെ ഒന്ന് ശുശ്രൂഷിച്ച് വരുമ്പോഴേക്കും ഗുരുനാഥൻ്റെ വാതരോഗം ഏറ്റുവാങ്ങി കിടപ്പിലുമായി. അതിദാരുണമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഗുരുവായൂർ എത്തിച്ചേർന്നത്. അവിടെയും അദ്ദേഹം അടങ്ങിയിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള വാതരോഗം മനസ്സിനായിരുന്നു. എൻ്റെ വാക്കല്ല, പൂമുള്ളി 6-ാം തമ്പുരാൻ പണ്ട് പറഞ്ഞാണ് 400-ാമത്തെ വാർഷികത്തിന്. മേൽപ്പത്തൂരിൻ്റെ രോഗം ശരീരത്തിലായിരുന്നില്ല, അത് മനസ്സിൻ്റെ രോഗമായിരുന്നു. കാരണം ശ്വാസം തന്നെയാണ്, വാദം സംഭവിക്കുമ്പോൾ കോപിക്കുമ്പോൾ തന്നെയാണ് മനസ്സും പ്രശ്നത്തിലാവുന്നത്. മനസ്സിനുള്ള ഔഷധ ഗുരുവായൂരപ്പൻ കൊടുത്തത്. ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത് മേൽപ്പത്തൂരാണ്. അതുവരെ ആ പേര് ആർക്കും അറിയില്ല. ഗുരുവായൂർ എന്ന പേരും ഗുരുവായൂരപ്പൻ എന്നുള്ള പേരും ഗുരുഭവനപുരേശൻ, മാരുതാകാരനാഥൻ, ഇങ്ങനത്തെ വാക്കുകളെ കൊണ്ട് ശരീരം പ്രാണവായു ആകണ, ഗുരുവായ വായു ആകണ, ഓടുന്ന സ്വന്തം ശരീരത്തിൽ ഇരിക്കുന്ന ഏതൊരു ദേവനെ ആ ദേവൻ എന്നുള്ള അർത്ഥത്തിൽ വിളിച്ചു. നാരായണീയത്തിന് ശേഷമാണ് ആ വാക്കിന് ഇത്രയ്ക്ക് പ്രശസ്തി. പൂന്താനം പോലും, പൂന്താനത്തിൻ്റെ ഒരു കൃതികളിൽ നിങ്ങൾക്ക് ഗുരുവായൂരപ്പ എന്ന് വിളിക്കണ കാണില്ലല്ലോ. കാരണം പൂന്താനത്തിന് അങ്ങനെ ഒരു വാക്കറിയില്ല. കൃഷ്ണനാണ്, അത്രേ ഉള്ളൂ. അമ്മ തന്നെ എഴുതിയിട്ടുള്ളൊരു സ്തുതിയുണ്ട്, കുറൂരമ്മ എഴുതിയിട്ടുള്ളൊരു സ്തുതിയുണ്ട്, മനോഹരമായിട്ടൊരു സ്തുതിയുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല. വളരെ റെയറാണ്, എൻ്റെ കയ്യിലുണ്ടത്. അതെനിക്ക് പെട്ടെന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാനൊരു സമയം കിട്ടിയില്ല. അമ്മ എഴുതിയൊരു കൃഷ്ണസ്തുതി ഉണ്ട്. അതിലെവിടെയും ഗുരുവായൂരപ്പൻ എന്നൊരു വാക്ക് കണ്ടു നമ്മൾ. മേൽപ്പത്തൂരിന് ശേഷമാണ് ആ പേര് വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ ലോകമായിട്ട് എക്സ്പോഷർ ഉണ്ടായിരുന്നു. മേൽപ്പത്തൂർ അവിടെയും വിട്ടുപോയിട്ട് മുക്കോല പോയിട്ടാണ് മോക്ഷം കിട്ടിയത്. 19 വയസ്സായപ്പോൾ ശ്രീപാദ സപ്തതി എഴുതി. ആ മേൽക്കാവിൻ്റെയും കിഴക്കാവിൻ്റെയും ഇടയിൽ കൂടെയുള്ളൊരു വഴിയിൽ കൂടെ ഒരു ദിവസം രാവിലെ കുളിക്കാൻ പോകുമ്പോൾ കയ്യിൽ നിന്നൊരു കിണ്ടി നിലത്ത് വീണ് ശരീരം പോവുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞയച്ചു എന്നാണ് പറയണത്. മോക്ഷം കിട്ടേണ്ടത് ഇവിടെ നിന്നല്ല, മുക്കോല പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി. ഞാൻ എന്തുകൊണ്ട് ഇവരെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരെയൊക്കെ സ്മരിക്കുന്നത് ഗുരുവായൂരപ്പന് ഭയങ്കര ഇഷ്ടമാണ്. ആ മഹാഭക്തന്മാരെയൊക്കെ സ്മരിച്ചിട്ട് വേണം കുറൂരമ്മയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാം. മാത്രമല്ല, കുറൂരമ്മയുടെ ഭക്തി എങ്ങനെ വേറിട്ട് നിൽക്കണു, അതിൻ്റെ വൈശിഷ്ട്യം എന്താണെന്ന് ഓർമ്മപ്പെടുത്തണമെങ്കിൽ, മനസ്സിലാവണമെങ്കിൽ ഇവരുടെയൊക്കെ ഭക്തികളെ ഒന്ന് തൊട്ടുപോയാലേ നമുക്കത് കിട്ടുള്ളൂ.
ഇവരൊക്കെ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് പോയി കണ്ടിട്ട് ഗുരുവായൂരപ്പനെ സോപ്പിട്ട് കൂടെ കൊണ്ടുപോയവരാണ്. ഗുരുവായൂരപ്പൻ ഇങ്ങോട്ടാ വന്ന് കുറൂരമ്മയെ കാണാൻ. കുറൂരമ്മയുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു. അവസാനം ആ തന്നിൽ ലയിപ്പിച്ചിട്ട് തിരിച്ചു ഗുരുവായൂർക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് കുറൂരമ്മ ആദ്യമായിട്ട് ഗുരുവായൂർ എത്തിയിട്ടുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നത്. ഗുരുവായൂരപ്പനിൽ ലയിച്ചതിന് ശേഷം ഗുരുവായൂരപ്പൻ തിരിച്ച് ഗുരുവായൂർക്ക് പോയപ്പോഴാണ് കുറൂരമ്മ അമ്മേ വരൂ, എൻ്റെ വീടൊക്കെ ഒന്ന് കാണട്ടെ, അമ്മയുടെ വീട് വിട്ട് കൂട് വിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവാനേ വഴിയുള്ളൂ, അല്ലാണ്ട് മാർഗമില്ല. അപ്പോൾ ദേവിയുടെ ഒരു വിശേഷമായിട്ടുള്ള ആ ഭക്തി, അതിനെ എങ്ങനെയാ ഏത് സിദ്ധാന്തം കൊണ്ടാണ് നമുക്ക് വർണ്ണിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ കാലഘട്ടത്തിൽ കൃഷ്ണൻ വേറെ, വിഷ്ണു വേറെ, ശിവൻ വേറെ, ദേവി വേറെ എന്ന് പറയും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിഷ്കളങ്കമായിട്ടുള്ളൊരു ഭക്തി എന്നൊക്കെ പറയുന്നത് ഇന്ന് വളരെ അന്യം നിന്ന് പോയി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ പ്രകടനങ്ങളാണ് ചെയ്യുന്നത്, പലതരം പ്രകടനങ്ങൾ. ആത്യന്തികമായിട്ട് ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം, തൻ്റെ ആത്മാവ് തന്നെയാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുമല്ല ഭഗവാൻ വരണത്, അകത്തുനിന്ന് വന്ന് കാണാറാകണു എന്നുള്ള ആ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. ധ്രുവൻ അകത്താ കണ്ടത്. ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയാറുണ്ട്, ധ്രുവൻ പുറത്തല്ല കണ്ടത്. അകത്തുനിന്നൊരു വിളി കേട്ടു, ധ്രുവ എന്നൊരു വിളി കേട്ടു. വീണ്ടും വിളിച്ചു, ധ്രുവ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് അകത്ത് ചതുർബാഹുവായിട്ടൊരാൾ. ഇതാരാ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വന്ന്. നമുക്കിന്ന് ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ ഫോട്ടോ ഉണ്ട്, വിഗ്രഹമുണ്ട്, കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്ന ഏകദേശം ഒരു ധാരണ വെച്ച് നമ്മൾ ധ്യാനിക്കും. ധ്രുവൻ ആരാണ് വിഷ്ണു എന്ന് പോലും അറിയില്ലായിരുന്നു. ധ്രുവൻ എങ്ങനെ ഇരിക്കും കണ്ടാലെന്നും അറിയില്ലായിരുന്നു. കലർപ്പുണ്ടാക്കാൻ ഒരു ചിത്രവും കണ്ടിട്ടില്ല. ആ കുഞ്ഞ് എന്തിനാ ധ്യാനിച്ചതെന്ന് പോലും നമുക്കിന്നറിയില്ല. ആദ്യമായിട്ട് ഒരു രൂപം കാണുന്നത് സാക്ഷാത്കാരാകുമ്പോഴാണ്. 2 തവണ വിളിച്ചപ്പോൾ പിന്നെ തോന്നി മൂന്നാമത്തെ പുറത്തുനിന്നാ വിളി വരണം. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ അകത്ത് കണ്ട ആൾ പുറത്ത് കാണും. അകത്ത് കണ്ടാലേ പുറത്ത് കാണുള്ളൂ. അതിനാദ്യം പുറത്ത് കണ്ട് ശീലിക്കണം. ഉണ്ട് എല്ലാറ്റിലും, തൂണിലും തുരുമ്പിലും, പ്രഹ്ലാദൻ്റെ പോലെ ഓരോന്നിലും ഉണ്ട് 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 എന്ന് കണ്ട് ശീലിക്കണം. എന്തോ ഒരു കർമ്മം ബാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ക്രൂരമ്മ അങ്ങനെ ഒരു ജന്മം എടുത്തിട്ടുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏതോ ഒരു മഹായോഗിനിയാണ്. അത് സാധാരണ തരത്തിൽപ്പെട്ടിട്ടുള്ളൊരു യോഗിനിയല്ല. അത് ഒരു അതീവ തപസ്സുള്ളൊരു യോഗിനി പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജനിച്ചു. ചിലപ്പോൾ ഒരു മോഹ വിശേഷിച്ചിട്ടുണ്ടാവും ഭഗവാൻ മകനായിട്ട് വേണമെന്ന്. ഗുരുവായൂരപ്പൻ ചിലരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, നീയെ വിവാഹിതനായിരുന്നപ്പോഴും അധികാരത്തിലിരുന്നപ്പോഴും നീ യാചകനായിരുന്നപ്പോഴും നീ ബ്രഹ്മചാരിയായിരുന്നപ്പോഴും നീ സന്യാസിയായിരുന്നപ്പോഴും നീ എന്നെ മകനെ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് മകനായിട്ട് കാണും എന്ന് ഭഗവാന്റെ മൊഴികളുണ്ട്. അതുപോലെ ക്രൂരമ്മയ്ക്ക് ഒരു വാക്ക് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ കരിക്കലത്തിലിട്ട് അടച്ചാലും എന്താ പറയുക, ആ കൊച്ചു കുട്ടിയായി അനുസരണയുള്ള കുട്ടിയായിട്ട് ഭഗവാൻ കൂടെ നിന്നത്. അപ്പോൾ ആ ഭഗവാൻ എവിടുന്ന് വന്നു? ആ ഭഗവാൻ വന്നത് അമ്മയുടെ ഹൃദയത്തിൽ നിന്നാണ്. കുറൂരമ്മയുടെ ഹൃദയ ശ്രീകോവിലിലെ പ്രതിഷ്ഠയാണ് നമ്മളിവിടെ കാണുന്ന ഭഗവാൻ. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട ഭഗവാനെയാണ് നമ്മൾ പുറത്തന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. കുറൂരമ്മ അങ്ങനെ അകത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മാത്രമാണ് ഭഗവാനെ കാണാൻ സാധിച്ചത്. ഞാനിതൊരു വെറൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് പറയണത്. ശരിക്കും നമ്മളിന്ന് ദേവിയെ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തയായി കൊണ്ടാടുന്നുണ്ട് എന്നല്ലാതെ നമ്മൾ എന്താ അമ്മയെന്ന് പഠിച്ചിട്ടുള്ളത്, എന്താ നമ്മൾ പ്രാവർത്തിയാക്കിയിട്ടുള്ളത്? നമ്മൾ ആധുനിക കാലത്ത് പല ആൾക്കാരും പലതരത്തിലും ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ആർക്കും പകരം വയ്ക്കാനില്ലാത്ത ഒരു ഭക്തി സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു ആ ദേവി. അതിന് സിമിലാരിറ്റീസ് ഇല്ല. വാസ്തവത്തിൽ അവരുടെ പേര് നമ്മൾ വേറൊന്നിലേക്ക് കമ്പയർ ചെയ്യുന്നത് പോലും മഹാഭാവമാണ്. അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാൾ അതിന് മുമ്പുമില്ല, അങ്ങനെ ഒരാൾ അതിന് പിമ്പുമില്ല. നിങ്ങൾ പറയും മീരയില്ലേ? മീര ഒരിക്കലും കുറൂരമ്മയുടെ ഇക്വലൻ്റ് അല്ല. മീര വേറൊരു ലീഗാണ്, കുറൂരമ്മ വേറൊരു ലീഗാണ്. എല്ലാം കൃഷ്ണനാണ്. പക്ഷേ
വ്യക്തിക്കനുസരിച്ചിട്ട് ഭഗവാന്റെ ഭാവം മാറും. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നമുക്കൊക്കെ ഓരോ ഗുരുവായൂരപ്പനുണ്ട്. നമ്മൾ 1 കോടി പേരുണ്ടെങ്കിൽ 1 കോടി ഗുരുവായൂരപ്പനുണ്ട്. ആ 1 കോടി ഗുരുവായൂരപ്പനെയും നമ്മൾ ഒരൊറ്റ പോയിന്റിൽ പോയിട്ട് കാണുന്ന സ്ഥലമാണ് ഗുരുവായൂരിലെ ശ്രീകോവിൽ. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും ഗുരുവായൂരപ്പൻ വെവ്വേറെയാണ്. ചിലവരുടെ ഗുരുവായൂരപ്പന് വികൃതി കൂടും, ചിലവരുടെ ഗുരുവായൂരപ്പന് വിശപ്പ് കൂടുതലായിരിക്കും, ചിലവരുടെ ഗുരുവായൂരപ്പന് ചുണ്ടി കൂടുതലായിരിക്കും. നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ സ്വഭാവം മാറും. പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ആർക്കും. അതാണ് ശരിയായിട്ടുള്ള ഒരാൾ. കുറൂരമ്മ ഭഗവാന്റെ മഹാഭക്തന്മാരുടെ ഒരു വലിയ പരമ്പരയിലെ ഏറ്റവും ജ്വലിക്കുന്ന രത്നങ്ങളിലൊന്നാണ്. അത് ഏത് ഭഗവാന്മാർക്കും, അതിപ്പോൾ മഹാദേവനാണെങ്കിലും കാരക്കലമ്മയാരോ അവ്യാറിനെ പോലുള്ളവരെ പോലെ വിഷ്ണു ഭക്തിയിൽ ഭഗവാന്റെ മാതൃസ്ഥാനം കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു അപൂർവ ജന്മമാണ് ആ ദേവി. ഒരുപക്ഷെ ശിവക്ഷേത്രങ്ങളിലുള്ളതുപോലെ ഭഗവാന്റെ ഭക്തരുടെ ഒരു നീണ്ട നിര പ്രതിമയായിട്ട് വെച്ചാൽ 63 നായന്മാരെ വയ്ക്കും ശിവക്ഷേത്രങ്ങളിൽ. ഒരാൾ മാത്രം ഇരിക്കുന്നുണ്ടാവും, ബാക്കി എല്ലാവരും തൊഴുതാൻ നിൽക്കുക. ഒരാൾ ഇരിക്കുന്നുണ്ടാവും. കാരക്കൽ അമ്മയാർക്ക് മാത്രമാണ് ഇരിക്കാനുള്ള അവകാശം. കാരണം കാരക്കൽ അമ്മയാർ കൈലാസത്തിലേക്ക് കയറുന്ന സമയത്ത് ശിവലിംഗങ്ങൾ കാല് വെക്കണവിടെയൊക്കെ കണ്ടുകൊണ്ട് തല കുത്തിയിട്ട് അത്ര കയറിപ്പോയത്. കൈ കുത്തിയിട്ട് കാല് വെച്ച് ചവിട്ടിയ എല്ലായിടത്തും ശിവലിംഗം. ഏറ്റവും മുകളിൽ മഹാദേവൻ എണീച്ചു നിന്നു. ശ്രീപാർവതി ചോദിച്ചു, അത്ര ഭഗവാനെ എന്തിനാണ് എണീച്ചു നിൽക്കണം? എൻ്റെ അമ്മ വരണമേ എന്ന് പറഞ്ഞു. ആരും പ്രസവിക്കാത്ത മഹാദേവൻ പറയണേ എൻ്റെ അമ്മ വരണമെന്ന്. അതേപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മഹാത്മാക്കളുടെ ഒക്കെ പ്രതിമ വെച്ചിട്ടുണ്ട് നമ്മൾ ആ തൂണുകളിൽ. എനിക്ക് പലപ്പോഴും തോന്നും പ്രപ്പോർഷന് വേണ്ടിയിട്ടായിരിക്കും കുറൂരമ്മയെ നിർത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ശില്പിയാണ് ചെയ്തത്. പുനരുദ്ധാരണത്തിന് ശേഷം 70 തീപ്പെടുത്തി. ശരിക്കും കുറൂരമ്മ ഒരു സിംഹാസനം ഇട്ടിട്ട് ഇരുത്തുക വേണ്ട. കുറൂരമ്മയ്ക്ക് മാത്രമേ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇരിക്കാനുള്ള സ്ഥാനം ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. കാരണം സ്വന്തം അമ്മയായിട്ട് അമ്മയെന്ന് വിളിച്ചിട്ടാണ് നടന്നിരുന്നത്. വില്ലുമംഗലത്തിനോട് പോലും ഭാവത്തിൽ വ്യത്യാസം. വില്ലുമംഗലത്തിൻ്റെ മനസ്സിലെ ഭാവം മാറുന്ന അനുസരിച്ച് മാറും. ഇടയ്ക്ക് അച്ഛനാവും, ഇടയ്ക്ക് ഭക്തൻ മാത്രവും. ഈ ഭക്തനും അച്ഛൻ്റെയും 2 തോണിയിലും കാലിട്ട് കടിച്ചോണ്ടാണ് അടിച്ചപ്പോൾ പിണങ്ങി മറിഞ്ഞത്. കുറൂരമ്മയുടെ നിന്ന് അടിക്കോ കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറൂരമ്മ എടുത്ത് പിണങ്ങിയില്ല. കാരണം കുറൂരമ്മ ഒരൊറ്റ ഫോക്കസാണ്. മകൻ അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വേറെ ഒന്നും കൊടുത്തില്ല. ഞാൻ പണ്ട് വാത്സല്യഭക്തി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി, ഓമനെ, കണ്ണേ, പൊന്നെ എന്നൊക്കെ വിളിച്ചിട്ട് തമാശ കളിക്കും, അതിനെ വരട്ടും ഒക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പരബ്രഹ്മമേ, ചിദാനന്ദ സ്വരൂപാന്നൊന്നും അതിനെ വിളിച്ചേക്കരുത്. അതിനെ കുട്ടിയായി കണ്ടാൽ കുട്ടിയായിട്ട് തന്നെ കാണണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഭാവത്തിലേ കാണാൻ പാടുള്ളൂ. തരാതരമാരി മാറ്റിക്കൊണ്ട് നമ്മുടെ അകത്ത ഭാവം അറിയാം. അദ്ദേഹത്തിന് കൺഫ്യൂഷനാവും, ഇയാൾ എന്നെ ഇപ്പം എങ്ങനെയാണ് കാണണേ? കാരണം ഇത് നമ്മുടെ അകത്ത് തന്നെ ഇരിക്കുന്നു. ഗുരുനാഥനായിട്ട് കണ്ട ഗുരുവായൂരപ്പൻ്റെ തോളത്ത് പെട്ടെന്നൊരു ദിവസം തോളത്ത് കയറ്റി ഡാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. അല്ലെങ്കിൽ തോളത്ത് കയറ്റി നടന്ന ഗുരുവായൂരപ്പനെ പെട്ടെന്നൊരു ദിവസം ഗുരുനാഥനായിട്ടോ കാമുകനായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അതും കളി മാറും. ഒരു മൂർത്തിയിൽ ഉറപ്പിക്കുക മാത്രമല്ല, വേണ്ട ഒരു ഭാവത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഓരോ ക്ഷേത്രത്തിലും ഓരോ ഭാവമാണ് ഭഗവാൻ. ഗുരുവായൂർ എന്താ വെച്ചാൽ പരബ്രഹ്മമാണ്. പരബ്രഹ്മമായിട്ടുള്ള ഭാവമായിട്ടിരിക്കുന്നൊരു സ്ഥലത്ത് ആ ഭഗവാനെ എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വിളിച്ചാലും വരും. കുറൂരമ്മയ്ക്ക് അത് ഉണ്ണിയായിട്ടാണ് വന്നത്, പൂന്താനത്തിന് ഉണ്ണിയായിട്ടാണ് വന്നത്, മേൽപ്പത്തൂരിന് ഗുരുവിനെ പോലെയാണ് വന്നത്. മാനവേദന് ഉണ്ണിയായിരുന്നോ ഗുരുവായിരുന്നോ ഇനി പാർത്ഥസാരഥിയായിരുന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ചില സമയത്ത് ഗുരുവായൂരപ്പൻ ശിവൻ പോലും ആയിരുന്നു എന്ന് നമുക്ക് തോന്നും. അദ്ദേഹത്തിൻ്റെ കൃഷ്ണഗീതി എടുത്ത് കൃഷ്ണാട്ടം വായിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ടെക്സ്റ്റ് എടുത്ത് വായിച്ചാൽ, ആ ബാണയുദ്ധമൊക്കെ വായിച്ചാൽ ഭഗവാൻ എന്തെല്ലാമായിരുന്നു മാനവേദനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുറൂരമ്മയുടെ പ്രത്യേകതയാണ് ലളിതമായ മനസ്സാണ്. ഒരൊറ്റ ചിന്ത, ആ ഒരു ചിന്തയിൽ മനസ്സുറപ്പിച്ചു. ആധ്യാത്മികതയ്ക്ക് ഏറ്റവും ആവശ്യം വേണ്ടതാണ് ചെതറാതെ. ഒരു ദേവതയാണ് നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാവത്തിൽ വേണം ഉറപ്പിക്കാൻ. ആ ഒറ്റ ഭാവത്തിൽ ഉറപ്പിക്കുമ്പോഴാണ് സാക്ഷാത്കാരം വരിക. ഒറ്റ ഭാവത്തിൽ ഉറപ്പിക്കുമ്പോഴാണ് ദേവത തിരിച്ച് സംസാരിച്ചു കൊടുക്കുക. ഒറ്റ ഭാവത്തിൽ ഉറപ്പിച്ചു, അതിനനുസരിച്ചത് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇവിടെ
ഭാഗവതത്തിൻ്റെ ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും സത്യത്തിനെ അന്വേഷിക്കാൻ പറയുന്ന ഉയർന്ന ഒരു ചിന്തയിലാണ്. കുറൂരമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സത്യത്തിനെ ബുദ്ധി കൊണ്ട് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവരത് ഹൃദയം കൊണ്ട് അറിഞ്ഞു. ഹൃദയം കൊണ്ടാണ് അവർ അന്വേഷിച്ചതും ഹൃദയം കൊണ്ട് അറിയുകയും ഹൃദയം കൊണ്ട് സംവദിക്കുകയും ചെയ്തപ്പോൾ ആ സത്യം അവരുടെ അകത്തന്നെ ഇരുന്നിട്ട് ഒരു ശിശുരൂപത്തിൽ അവരോട് സംവദിച്ചു എന്നുള്ളതാണ്. ചില ചരിത്രകാരന്മാർ അവർ തൊട്ട വീട്ടിലുള്ള അയൽവക്കത്തുള്ളൊരു കുട്ടിയാണ് കൃഷ്ണനായി കണ്ട് എന്ന് വരുത്തി തീർക്കാൻ്റെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനൊരു ഭൗതിക ലോകത്തിൻ്റെ മാനം കൊടുക്കാൻ. അതിലും തെറ്റൊന്നുമില്ല. സകല ചരാചരങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കേണ്ട ഒരാൾക്ക് ഒരു കുട്ടി കൃഷ്ണനാണെന്ന് തോന്നുന്നതിൻ്റെ ഒരു തെറ്റുമില്ല. പക്ഷെ അവർ മറ്റാർക്കും കാണാൻ സാധിക്കാത്ത ഒരു ഉണ്ണിയോട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ആ കുഞ്ഞിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഗന്ധമായിട്ട്, കളവത്തിൻ്റെ ഗന്ധമായിട്ടോ കസ്തൂരിയുടെ ഗന്ധമായിട്ടോ അല്ലെങ്കിൽ വെണ്ണ വാരി തിന്നിട്ട് ആ വെണ്ണയുടെ മണമായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് പ്രത്യക്ഷ ദർശനം. ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ പ്രദേശങ്ങളിൽ പണ്ടൊരു ഗോസായി സന്യാസി നടന്നിരുന്നു അത്ര. ഗോസായികൾ പൊതുവിൽ വൃന്ദാവനത്തു നിന്ന് വരുന്നവരാണ്. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്ന കാലത്ത് വില്ലുമംഗലത്തിനും മാനവേദനും അതേപോലെ കുറൂരമ്മയ്ക്കും പ്രത്യക്ഷ ഗോപാല മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. 3 പേരുടെയും ഗുരുനാഥൻ ഈ കാര്യത്തിൽ ഒരാളാണ്, അല്ലാണ്ട് ഒരാൾ വേറൊരാൾ ഗുരു. പല ആൾക്കാരും കുറൂരമ്മയുടെ ഗുരുനാഥൻ വില്ലുമംഗലം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാഷണത്തിൽ പറഞ്ഞ കേൾക്കാറുണ്ട്. അത് ശുദ്ധ തെറ്റാണ്. കുറൂരമ്മയുടെ ഗുരുനാഥൻ ഒരുപക്ഷെ ഈ സന്യാസിയായിരിക്കും, അല്ലെങ്കിൽ ഭഗവാൻ സ്വയമായിരിക്കും. കുറൂരമ്മയ്ക്ക് വേറെ ഗുരുനാഥന്മാരുണ്ടായിരുന്നിരിക്കാനുള്ള വഴിയില്ല. പക്ഷെ അവർക്ക് മ്യൂച്വലി വളരെ ബഹുമാനിച്ചിരുന്നു അവരൊക്കെ അന്യോന്യം. മാനവേദനം ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ തീർച്ചയായിട്ടും വില്ലുമംഗലം ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഈ ഇല്ലത്ത് വന്ന് ഊണ് കഴിച്ചിട്ടുണ്ട്. അത് 3ാമത്തെ വില്ലുമംഗലമാണ്. 3 വില്ലുമംഗലങ്ങളിലെ 3ാമത്തെ വില്ലുമംഗലമാണ് നമ്മൾ ഈ പറയുന്ന വില്ലുമംഗലം. അപ്പോൾ പ്രത്യക്ഷ ഗോപാല മന്ത്രം ചൊല്ലിയത് കൊണ്ടാണോ അമ്മയ്ക്ക് കാണാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ, അമ്മ അതിന് പാകപ്പെട്ടിരുന്നു ഭഗവാനെ കാണാൻ. പാകപ്പെട്ട ആൾക്ക് അതിനാവശ്യമുള്ള മന്ത്രം കിട്ടും, അങ്ങനെ വേണം പറയാം. അല്ലാതെ നമുക്ക് ആ മന്ത്രം കിട്ടിയതുകൊണ്ട് ഭഗവാനെ കാണണമെന്നില്ല. നമ്മൾ പാകപ്പെട്ടിട്ടില്ലെങ്കിൽ. പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മന്ത്രമില്ലാതെ സംഭവിക്കും. കുറൂരമ്മ നമ്മുടെയൊക്കെ ഒരു കണക്കിൽ വളരെ പ്രായമുള്ള വളരെ വയസ്സായിട്ട് ഉള്ള ഒരു അമ്മമ്മ ഉണ്ണിയെ കൊണ്ട് നടക്കണു എന്നുള്ള അവരുടെ അവസാന കാലത്തൊരു ചിത്രമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് വിവാഹം ചെയ്യപ്പെട്ട് വൈകാണ്ട വിധവയായ ഒരു ബാലവിധവയാണ്. അവർക്കും അവശേഷിച്ചൊരു ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മുഴുവൻ അവർ ഭഗവാന്റെ കൂടെ നടന്നതെന്നുള്ളൊരു വിശാല കാലഘട്ടമുണ്ട്. ഏകദേശം 58 വർഷം അവരുടെ ഉപാസനാ കാലഘട്ടം. അത് ചെറിയൊരു കാലയളവല്ല. ഇപ്പം നമ്മളെപ്പോലെ ഇന്ന് 100 ഡിസ്ട്രാക്ഷൻ വരുന്നതും ഇന്നൊരു വീഡിയോ പ്രഭാഷണം കണ്ടില്ലെങ്കിൽ ഇടിഞ്ഞു പോകണ വിശ്വാസവും, എല്ലാ ദിവസവും ഒരു വീഡിയോ കാണണം എന്നാലേ വിശ്വാസം നിൽക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായിക്കണം, ഇതൊന്നുമില്ലാതെ ആകെ ഒരു ജോലിക്കാരും അവരും മാത്രമായൊരു കാലഘട്ടവും, അതിനുശേഷം ആ ജോലിക്കാരിയും പോയിട്ട് അവർ മാത്രമായൊരു കാലഘട്ടവും, ഒരു വിശാലമായിട്ടൊരു ഇല്ലപ്പറമ്പിലും ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്ടിലും. അവരുടെ രീതികളൊക്കെ പറ്റാത്തത് കൊണ്ട് ആ കുടുംബക്കാർ ഇവിടുന്ന് അടാട്ടയ്ക്ക് വീട് മാറിപ്പോയി എന്നാണ്. കാരണം അമ്മയ്ക്ക് ഉന്മാദമാണെന്നാണ് വിചാരിച്ചിരുന്നത്. അവരെ ഒറ്റയ്ക്കിട്ടിട്ട് എല്ലാവരും പോയി, കുടുംബത്തോടു കൂടി ഇല്ലം ഇവിടുന്ന് മാറിപ്പോയി എന്നാ പറയണം. അപ്പോൾ ആ ഒറ്റയ്ക്കുള്ള അവരുടെ കാലഘട്ടം ഒരു ചെറിയ കാലയളവല്ല. 58 കൊല്ലം അല്ലെങ്കിൽ 56 കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലയളവിൽ ആ ദേവി എങ്ങനെയാണ് ആ ഭഗവാനെ ഉപാസിച്ചിട്ടുണ്ടാവുക? ആ ഭക്തി എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയായിരിക്കും ഭഗവാൻ അവർക്ക് മാംസചക്ഷുസുകൾക്ക് തന്നെ കാണുന്ന വിധത്തിലായിട്ട് മാറിയ? മായാരൂപം ഇല്ലാത്ത ഭഗവാൻ എങ്ങനെ മായാരൂപം എടുത്തിട്ട് അവതാരങ്ങൾ എടുക്കണോ അതേപോലെ എങ്ങനെ ആ അമ്മയുടെ കുഞ്ഞായിട്ട് കൂടെ നടന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അമ്മയുടെ ഭക്തിയിൽ കുറച്ച് വിഷയങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.
കാരണം ദേവിയുടെ ഭക്തിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ സ്ഥലമല്ലാണ്ട് വേറൊരു സ്ഥലമില്ല. കുറൂരമ്മയുടെ കഥയായിട്ട് കുറേ പറയാൻ ഇനിയും നമുക്ക് ധാരാളം സ്ഥലങ്ങളുണ്ടാവാം. കഥ സംഭവിച്ചു കഴിഞ്ഞു. അതിന് നമുക്കെന്താ കിട്ടുക? നമ്മളാ അമ്മയോട് കാണിക്കേണ്ട ഏറ്റവും വലിയ റെസ്പെക്റ്റ് ഏത് മഹാഭക്തൻ്റെയും ഏത് മഹാഗുരുവിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ട്, എങ്ങനെ പകർത്താനുണ്ട്, നമുക്കും എങ്ങനെ സാക്ഷാത്കാരം കിട്ടാം, നമ്മുടെ ഒപ്പം ആ ഭഗവാൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്വപ്നമായിരിക്കാം, സന്തോഷം നൽകണമായിരിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഭഗവാൻ നമ്മുടെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്ക് എളുപ്പമുള്ളൊരു പരിപാടിയല്ല ഭഗവാനെ കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ. ഒരു മെയിൻ്റനൻസ് ഫ്രീ കുട്ടിയാണ്. അതിനെ കുളിപ്പിക്കണ്ട, ഭക്ഷണം കൊടുക്കണ്ട, മേക്കപ്പ് ഇടണ്ട, അതിനെ ഉറക്കേണ്ട ആവശ്യമില്ല. യാതൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത കുട്ടിയാണ്. ഒരൊറ്റ കാര്യം സഹിക്കേണ്ടു, അതിൻ്റെ വികൃതി. ആ വികൃതിയെ സഹിക്കാനുള്ള കെൽപ്പ് ശരാശരി ആൾക്കാർക്ക് ഉണ്ടാവില്ല. കാരണം അത് ഊർജത്തിൻ്റെ ഇളകി മറിയണ ഒരു ബോളാണത്. ഒരു പന്ത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജത്തിനെ ഒരു ചെറിയ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഇളകി മറിയുന്ന ഒരു അസാമാന്യ ശക്തി നമ്മുടെ വിരലിൽ തൂങ്ങി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മഹിമയൊന്ന് ആലോചിച്ച് നോക്കൂ. കുറൂരമ്മ അത് അവെയറായിരുന്നോ എന്ന് ചോദിച്ചാൽ ഷി വാസ് ബ്ലിസ്ഫുള്ളി നോട്ട് അവെയർ. ആനന്ദത്തിൽ ആറാടി നടക്കുമ്പോഴും അമ്മയ്ക്ക് അതൊന്നൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൂടെ നടന്നത്. ഭഗവാനെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്ത് വരില്ല. അത് ഭഗവാന്റെ സ്വഭാവമാണ്. നമ്മൾ ഒരുപാട് ഭഗവാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഭഗവാൻ എന്താ ചിന്തിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഭഗവാൻ എന്താ ചിന്തിക്കണറിയോ? ഓ, അപ്പം നിന്നേന്ന് വേറിട്ടിട്ടുള്ളൊരു വസ്തുവായിട്ടുള്ള എന്നെ കാണണമല്ലേ, എന്നാൽ എന്നെ കാണണ്ട എന്ന് നിനക്ക് ആക്സസിബിളായിട്ട്, നിനക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന, സംസാരിക്കാവുന്ന, നിനക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ നീ എന്നെ കാണണം, അന്ന് നിനക്ക് എന്നെ കാണണം. അത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരേണ്ട പരിവർത്തനമാണ്. അത് ഉണ്ടാക്കാനാണ് ഭഗവാൻ അത് ചെയ്തത്. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഭഗവാൻ തൻ്റെ ഗോപികമാരെയോ ഏതോ ഒരു മഹാഭക്തിയോ ഏതോ ഒരു യോഗിനിയോ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചാണ്. ശരിക്കും ഭാരതം മുഴുവൻ പറയപ്പെടേണ്ടതും കൊണ്ടാടപ്പെടേണ്ടതുമായിട്ടുള്ള കഥയാണ് കുറൂരമ്മയുടെ കഥ. ഭഗവാൻ ഇങ്ങനെ വാത്സല്യഭക്തിയുടെ, ഇപ്പം നമ്മൾ നോർത്തിലൊക്കെ ശ്രീപാദ വല്ലഭാചാര്യരെ വാത്സല്യഭക്തിയുടെ ഉത്തുംഗ ശൃംഗമായിട്ട് കൊണ്ടാടാറുണ്ട്, എത്രയോ പേരെ കൊണ്ടാടാറുണ്ട്. പക്ഷേ എവിടെയും യു ക്യാൻ നെവർ സീ എ മദർ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു അമ്മയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു സാധാരണ സ്ത്രീ, ഒരുപക്ഷെ യശോദയ്ക്ക് ശേഷം അത്രയും നിഷ്കളങ്കയായിട്ടുള്ളൊരു സ്ത്രീ, തൻ്റെ കുഞ്ഞായി മാത്രം ഭഗവാനെ കണ്ടു, ഭഗവാനായിട്ട് ഒരിക്കലും കണ്ടില്ല. അതാണ് അമ്മയുടെ സക്സസ്. ഭഗവാനെ കാണാൻ തുടങ്ങിയ പുലിവാല. ഭഗവാനെ കുഞ്ഞായി മാത്രം കണ്ടാൽ ഭഗവാൻ കുഞ്ഞായിട്ട് തന്നെ നിൽക്കും. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. പക്ഷെ മനസ്സിലായാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. പുരന്ദരദാസൻ്റെ മനോഹരമായിട്ടൊരു പാട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, ജഗതോദ്ധാരണ അടിസീതളെ യശോദേ. അല്ലേ? പാടാൻ പറ്റിയ തൊണ്ടയല്ല. 10 ദിവസമായിട്ട് ദേവിഭാഗവതം രാവിലെ 6:30 തൊട്ട് വൈകുന്നേരം 5 മണി വരെ പറഞ്ഞിട്ട് ഏതാണ്ട് ഔട്ടായിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു തുറക്കില്ല എന്ന്. വന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണി എന്തോ തുറപ്പിച്ചു തന്നു. അടച്ച ശബ്ദമായിട്ടാണ് ഞാൻ വന്ന്. അതിൽ പറയുന്നുണ്ട്, അപ്രമേയന അണോരണീയന അടിസീതളെ യശോദ. ജഗത്തിനെ ഉദ്ധരിക്കണവൻ, ഒരു വിഷയത്തിലും ഒരു സ്ട്രക്ചറിലും ഒരു ഫ്രെയിമിലും കൊടുക്കാൻ പറ്റാത്തവൻ, അണുക്കളിൽ വെറ്റി ഏറ്റവും ചെറുതായിട്ടുള്ളവൻ, മഹതോ മഹീയന, ഉന്നതമായിട്ടുള്ള വസ്തുക്കൾ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ളവൻ. അവനിതാ അവൻ്റെ കൂടെ യശോദ മുറ്റത്ത് മണ്ണിൽ കളിക്കുന്നു. ആ അമ്മയ്ക്ക് അറിഞ്ഞൂടാ താൻ പരബ്രഹ്മത്തിൻ്റെ കൂടെ കളിക്കണം. തൻ്റെ മകൻ പ്രാണൻ അങ്ങനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഭഗവാനും ഏറ്റവും സ്നേഹിച്ചത് യശോദയാണ്. ഭഗവാൻ ജീവിതത്തിൽ ആരെങ്കിലും അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പൻ ആരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരാളാണ്. ആരുടെ അടുത്തും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. പ്രാണപ്രിയകളുടെ അടുത്തും അറ്റാച്ച്ഡ് ആയിരുന്നില്ല, മക്കളോട് അറ്റാച്ച്ഡ് ആയിരുന്നില്ല, ഒന്നിനോട് അറ്റാച്ച്ഡ് ആയിരുന്നില്ല. 2 സ്ഥലത്ത് ഭഗവാൻ വീക്കാവുന്നത് നമുക്ക് കാണാം. 2 എന്ന് പറയാൻ പറ്റില്ല, 2.5. 1 യശോദ, 2 അർജുനൻ, 1/2 ദ്രൗപദി.
ബാക്കി എവിടെയും ഭഗവാൻ അറ്റാച്ച്ഡല്ല, ആരോടും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മുടെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞൊരു 300 കൊല്ലം മുമ്പ് ഈ മണ്ണിൽ, നിങ്ങളിരിക്കണ ഈ മണ്ണിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ കിടന്ന് നമസ്കരിക്കുക, ഈ മണ്ണിൽ കിടന്ന് ഉരുളുക. അതിന് വൃന്ദാവനത്തിൽ പോയിട്ട് ഉരുളേണ്ട ആവശ്യമില്ല, എവിടെ നടന്നതാണ്, ഈ മണ്ണിൽ നടന്നതാണ്. ഇതന്നെ ഇവിടുത്തെ വൃന്ദാവനം, ഇതന്നെയാ ഗോകുലം. വേറെ എവിടെയും ഭഗവാൻ ഇങ്ങനെ നടക്കുന്നില്ല. ഒരു മനുഷ്യക്കുട്ടിയായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് അകത്തിരിക്കുന്ന വെണ്ണ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉണ്ണി. അമ്മയുടെ ആ വാത്സല്യ ഭക്തി, നമ്മളെന്താ പറയുക, മദർലി ഡിവോഷൻ എന്ന് പറയണതിൻ്റെ ഒരു ഘടനയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഭഗവാനായിട്ടല്ല കണ്ടിട്ടുള്ളത്. ഭഗവാനെ വരൂ ഊണ് കഴിക്കൂ എന്ന് പറഞ്ഞില്ല. ഉണ്ണി ഇവിടെ വരൂ ഊണ് കഴിക്കൂ, അത്രേ ഉള്ളൂ. ഉണ്ണി അതെടുത്ത് തരൂ, ഉണ്ണി അമ്മയ്ക്ക് കറിക്ക് ചെയ്യാൻ സഹായിക്കൂ, പാത്രം കഴുകാൻ സഹായിക്കൂ, തന്നെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ഈശ്വരനെ കൊണ്ടുവരേണ്ടത് എന്ന് നമ്മൾ തൊണ്ട പൊട്ടി പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവണമെങ്കിൽ കുറൂരമ്മയുടെ ജീവിതം നോക്കിയാൽ മതി. കുറൂരമ്മയ്ക്ക് ഇരുന്ന് ജപിക്കാൻ മാത്രമൊന്നും സമയം ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടേ ഉണ്ടാവാൻ വഴിയില്ല. രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ഒരു ഇല്ലം കൊണ്ട് നടക്കണതിൻ്റെ ഒറ്റയ്ക്കാണെങ്കിലും പറമ്പിൽ തേങ്ങ ഇടണ തുടങ്ങിയിട്ട് ആ തേങ്ങ പെറുക്കാൻ വരെ ഉണ്ണിയായിരിക്കും പോയിണ്ടാവുക. തെങ്ങ് കയറണവൻ തേങ്ങ കട്ടുകൊണ്ട് കൊണ്ടോ, കറക്റ്റ് കണക്കാണോ, അങ്ങാടി കൊണ്ട് കൊടുക്കലോ ഒക്കെ അദ്ദേഹം നമുക്കറിഞ്ഞൂടാ. ഒരു ഇല്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് അതിനൊരു വരുമാനം പാട്ടക്കാർ കൊണ്ടുവരിക, അതൊക്കെ ചെയ്യണ്ട, എന്തൊക്കെ പണികളുണ്ട്. ഇതൊക്കെ അളക്കാനും പിടിക്കാനും ഒക്കെ സഹായിച്ചിട്ടുള്ളത് ഈ കുട്ടിയായിരിക്കും. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സകലത്തിലും, നിങ്ങൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആണെങ്കിലും ശരി, കൃഷിക്കാരനാണെങ്കിലും ശരി, ഇനി വീട്ടമ്മയാണെങ്കിലോ വീട്ടച്ഛനോ എന്താണെങ്കിലും ശരി, ഇങ്ങനെ നിരന്തര സ്മരണ, നിരന്തര സമർപ്പണം, നിരന്തരമായിട്ട് ഭഗവാനെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പഠിക്കണോ, കുറൂരമ്മയെ നോക്കിയാൽ മതി. കുറൂരമ്മയുടെ ചരിത്രം പഠിക്കുക, അതിന്ന് പഠിക്കുക, എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ ഗുരുവായൂരപ്പൻ തരുന്ന സ്നേഹത്തിന് പകരം എന്തെങ്കിലും ചെയ്യണമെന്ന് പഠിക്കണമെങ്കിലും കുറൂരമ്മയെ നോക്കിയാൽ മതി. വില്ലുമംഗലത്തിന് സിദ്ധികളുണ്ടായിരുന്നു, മാനവേദന് കവിത്വം ഉണ്ടായിരുന്നു, മേൽപ്പത്തൂരിന് പാണ്ഡിത്യം ഉണ്ടായിരുന്നു, പൂന്താനത്തിന് ഭക്തിയും ഉണ്ടായിരുന്നു. പൂന്താനം പക്ഷെ ഉണ്ണീന്ന് വിളിച്ചാലും പൂന്താനത്തിന് ഭഗവാനായിരുന്നു. കുറൂരമ്മയ്ക്ക് ഉണ്ണി തന്നെയായിരുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കണം. അതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആ മദർലി ഡിവോഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. മദർലി ഡിവോഷനാണ്, മദർലി അഫെക്ഷനാണ്, മാതൃവാത്സല്യമാണ് ഉണ്ടായിരുന്നത്. ആ മാതൃവാത്സല്യത്തിനെ ശരിക്കും ഫലവത്താക്കുന്ന ഉപാസനയാണ് ആ ദേവി നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഭഗവാനെ തെറ്റ് ചെയ്താലോ കുറുമ്പ് ചെയ്താലോ ശകാരിക്കാനോ വേണമെങ്കിൽ 2 പൊട്ടിക്കാനോ, അത് അമ്മ എനിക്ക് അമ്മയുടെ മടിയിൽ കിടക്കണം പറയുമ്പോൾ വയ്യെങ്കിലും ചമറം മടിഞ്ഞ് നിലത്തിരുത്തി വന്ന് കിടക്ക്, കാല് ധരിക്കുന്നുണ്ടാവും, വയസ്സായി, എന്നാലും ഇത് കിടന്നുറങ്ങുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കാല് അനക്കാണ്ട വയ്ക്കുക. ഇങ്ങനെയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല, ഒരു വ്യക്തിക്ക് അവനവനെ എത്ര നന്നായിട്ടറിയോ അതുപോലെ ഭഗവാനെ അറിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ഒരു മനുഷ്യന് എത്ര കാലം ഒപ്പം ജീവിക്കുന്നവർക്കാണെങ്കിലും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മറ്റേ അറിയില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ടറിയാം ആ വ്യക്തിക്കാണ്, അവനവനാ. അതുപോലെ ഭഗവാനെ കാണാൻ പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സാക്ഷാത്കാരത്തിൻ്റെ ശക്തി അതിഭയങ്കരമാണ്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. സദ്യോമുക്തിയാണ്. അവിടെ മോക്ഷം വാതിൽക്കൽ എപ്പോഴും കാവൽ നിൽക്കുകയാണ്. എപ്പോഴാണ് വിളി വരണമെന്ന് ചോദിച്ചിട്ട് അതിനെ അന്വേഷിച്ച് പോകണ്ട. ആ മോക്ഷം കൊടുക്കണവരെ ഭഗവാൻ മുക്തിയും കൂട്ടിയിട്ടാണ് ഗുരുവായൂരിൽ വന്നത്. താൻ പഠിക്കൽ നിൽക്കുക, ഞാൻ പറയണോ, ഞാൻ അമ്മയുടെ കൂടെ കളിച്ച് കഴിയണവരെ താൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അമ്മയ്ക്കൊരു 13 വയസ്സോ 12 വയസ്സുള്ളപ്പോൾ പുള്ളി വന്ന് കയറി. 19 കൊല്ലം മോക്ഷം കവാടത്തിൽ കാവൽ നിന്നു. ഭഗവാൻ എപ്പോഴാണ് വിളിക്കുക അപ്പം കൊടുക്കാം, അപ്പം കയറിയിട്ട് കൊടുത്തേക്കാം വൈകുണ്ഠെന്നും പറഞ്ഞിട്ട്. അതുവരെയും ആസ്വദിക്കാവുന്നൊരു മായയിൽ, വേറെ മായകളൊക്കെ അപകട, ഈ മായ വളരെ നല്ലതാണ്. നമ്മൾ പറയുമോ ഭ്രമമാണ്, ചിലർ പറയുക അവർക്ക് തോന്നിയതാവും, അങ്ങനെ പറയുക ഭഗവാനെ കണ്ടു എന്ന് തോന്നിയതാവും.
എടോ, ഈ കാണുന്നതൊക്കെ തോന്നലാ. അവനവനെ തന്നെ കാണുന്നത് ഒരു തോന്നലാണ്. അത് പറയുന്നത് ഈ കാശി പോലുള്ള സ്ഥലങ്ങളിൽ മണികർണിക പോലെ സ്ഥലത്ത് പോയിട്ടിരുന്നാൽ മതി. ഒരു രാത്രി ഇരുന്നാൽ നന്നായി മനസ്സിലാവും. രാത്രി ഇരിക്കണം. പല സൈസിലുള്ള ശവങ്ങൾ വന്ന് കത്തണ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഇതപ്പം ഞാൻ വന്നു ഇങ്ങോട്ട്, നിങ്ങളുമൊക്കെ പുറപ്പെട്ട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പം ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതം, നമ്മളെല്ലാവരുടെയും ജീവിതം കഥയാണ്. നമ്മൾ പറയും, അന്ന് ശരത്തായിരുന്നു ആദ്യത്തെ പ്രഭാഷണം, ആ സ്റ്റേജ് കെട്ടിയതിന് ശേഷം കഥയാ. ഓരോ ദിവസം കഴിയുന്തോറും ഈ കഥ ഇങ്ങനെ കിടക്കും. അടുത്ത വർഷം നിങ്ങളിവിടെ വരും, ഞാൻ ചിലപ്പോൾ വരണമെന്നില്ല. അപ്പം ഇത് പറയും, കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഒരു പ്രഭാഷണം ഇവിടെ ഉണ്ടായി. നമ്മൾ ഓരോ നിമിഷവും കയ്യിൽ പിടിച്ചിട്ടാണ് പോണത്. തൊട്ട് മുമ്പുള്ള നിമിഷം തൊട്ട് പുറകോട്ടൊക്കെ നമ്മുടെ ജീവിതം കഥയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള നിമിഷമൊക്കെ പ്രതീക്ഷയും. കഥയുടെയും പ്രതീക്ഷയുടെ ഇടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ കഥയാവും. ശുഗമഹർഷി പറഞ്ഞു, പരീക്ഷിത്തെ, ഞാൻ പറഞ്ഞതൊക്കെ വാഗ്വിലാസം മാത്രമാണ്, കഥയാണ്. നിനക്ക് തത്വം മനസ്സിലാവാൻ പറഞ്ഞാണ്. അതിനെയും പൊക്കി പിടിച്ചിട്ടോ അതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. എല്ലാം മായയായിട്ട് കാണുന്ന ശുഗമഹർഷിക്ക് എല്ലാം കഥയാവുള്ളൂ. എല്ലാം കഥയാണ്. കുറൂരമ്മയും ഇന്ന് കഥയാണ്. കുറൂരമ്മയുടെ ഒപ്പം നടന്ന ഉണ്ണിയും കഥയാണ്. എന്തിന് ദേവകി പ്രസവിച്ച ശരീരം പോലും ഇന്ന് ഈ ഭൂമിയിലില്ല. ഭഗവാന്റെ ശരീരം പോലും മായയായിരുന്നു. അതെന്നോ സോമനാഥത്തിൽ അഗ്നിയിൽ ഒടുങ്ങിക്കഴിഞ്ഞു. 10,000 കൊല്ലം മുമ്പ്. ഇന്ന് നമുക്ക് പോയിട്ട് മൂപ്പരെ ഒന്ന് പിച്ചണമെങ്കിൽ പറ്റില്ല, നടക്കില്ല. അന്ന് ജീവിച്ച് നടന്ന കാലത്ത്, മായാരൂപമായിട്ടുണ്ടായിരുന്ന കാലത്ത് അവിടെ അതുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഭഗവാൻ ആ രൂപത്തിൽ സ്റ്റക്കാവാൻ പോലും സമ്മതിക്കില്ല. ഉദ്ധവനെ അതാണ് ഓടിച്ചതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബദരിക്ക് ഉദ്ധവൻ ബാക്കിയൊക്കെ നേടി ഭക്തിയിൽ, അത്യുത്തമനായ ഭക്തനായി. ഭഗവാന്റെ അതേ രൂപം പോലും കിട്ടി. ഏതു നേരം ആലോചിച്ചിട്ട് അതായിരുന്നു കുഴപ്പവും. ഭഗവാൻ പറഞ്ഞു, നീ ഈ രൂപത്തിൽ കുടുങ്ങി കിടക്കുകയാണ്, എന്നോടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല, അതുകൊണ്ട് നീ പോ. കാരണം ഭഗവാൻ ശരീരം വിടണ കാണാൻ ഉദ്ധവനോ ശ്രീരാമൻ ശരീരം വിടുന്നത് കാണാൻ ഹനുമാനോ സാധിക്കില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞേക്കുന്നു. മുദ്രമോതിരം എറിഞ്ഞിട്ട് ഹനുമാനെയും പറഞ്ഞേച്ചു, ഇതുപടിയും പറഞ്ഞേച്ചു. പക്ഷെ അവരെക്കാളൊക്കെ ഭാഗ്യം ചെയ്ത ആളാണ് കുറൂരമ്മ. ദേവിയുടെ ആ മായാ കാഴ്ച ഭഗവാൻ ഒരിക്കലും തടഞ്ഞില്ല. ഒരിക്കലും അതിനൊരു തടസ്സം ഉണ്ടാക്കിയില്ല. ഏത് പരിസ്ഥിതിയിലും അത് കൊണ്ടു നടന്നു എന്നുള്ളതാണ് ഭഗവാൻ. ഹി മെയിൻറ്റെയിൻഡ് ഇറ്റ് സോ വെൽ. വില്ലുമംഗലത്തിൻ്റെ പോലും ഒരടി എന്നെ പുറം കൊണ്ട് അടിച്ചു അല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്രത്യക്ഷനായി പോയിട്ട് ലോകം മുഴുവൻ ചുറ്റിച്ചു വിട്ടിട്ട് അമ്മയോട് ഒരിക്കലും അത് ചെയ്തില്ല. ആ മായ നിലനിർത്തി കൊടുത്ത ആനന്ദത്തിൽ ആറാടിച്ച് സ്വന്തം പെറ്റ മകനെ പോലെ തന്നെ ഒരിക്കലും വളരാത്ത എന്നും കുഞ്ഞായിരിക്കണം മക്കൾ. അതൊരു സ്വപ്നമാണ് ചില ആൾക്കാരുടെ. അങ്ങനെ ഇരുന്ന് അവസാനം അമ്മയെ പോവാ ചോദിച്ചു ഒരു ദിവസം. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് എവിടെയാണ് കുറൂരമ്മ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുറൂരമ്മ വേറെ എവിടെയും തൊഴേണ്ട ആവശ്യമില്ല, ഗുരുവായൂരപ്പനായിട്ട് തൊഴുതാൽ മതി. ഗുരുവായൂരപ്പനെ തൊഴുതാൽ അത് മതി. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമുണ്ട്. ഞാനത് മുമ്പ് ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രഭാഷണത്തിൽ. എല്ലാ അനുഭവങ്ങളും അങ്ങനെ വിളിച്ചു പറയാൻ പറ്റില്ല, ഇത് കുറച്ച് തീക്ഷ്ണാനുഭവമാണ്. ചിദംബരം ക്ഷേത്രത്തിൽ വെച്ചിട്ട് മുണ്ടൊക്കെ ഇങ്ങനെ വലിച്ച് പുറകോട്ടെടുത്തിട്ടുള്ള കാലിൽ ചേറുള്ള ഒരാളെ ഞാൻ അമ്പലത്തിനുള്ളിൽ കണ്ടു. ശ്രീകോവിലിൻ്റെ പുറകുന്ന് അപ്രദക്ഷിണമായിട്ടാണ് വന്നത്. സവ്യാപസവ്യം നമ്മൾ ശിവക്ഷേത്രത്തിൽ വെക്കുമ്പോൾ ചിദംബരം ക്ഷേത്രത്തിൽ ശരിക്കും അങ്ങനെ വെക്കണ പതിവില്ല. ഇങ്ങനെ ഇദ്ദേഹം വന്നത്, പക്ഷേ അപ്രദക്ഷിണമായിട്ട് പിന്നെ കൂനിക്കൂടി. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ആ മനുഷ്യൻ എന്നെ നോക്കിക്കൊണ്ടാണ് വന്നത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. എൻ്റെ ആദ്യത്തെ ചിദംബരം യാത്ര. ഒരുപാട് അത്ഭുതങ്ങളുണ്ടായൊരു അനുഭവങ്ങളുണ്ടായൊരു കാലമായിരുന്നു അത്. ഞാനാണെങ്കിൽ നന്ദനാരുടെ വലിയൊരു ഫാനാണ്. നന്ദനാർ ബോധം കെട്ട് കിടന്ന പാടത്ത് ഞാൻ പോയിരുന്നിട്ടുണ്ട്, ചീർക്കാഴി പോകുന്ന വഴിക്ക്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ തൊഴാമെന്ന്. ഈ രൂപത്തിലാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിൽ പറയുക, ഞാൻ നന്ദനാരെയാണ് കണ്ടത്. എൻ്റെ ഉള്ളിൽ തോന്നുന്നു, എൻ്റെ അന്നത്തെ രീതിക്ക് ഞാൻ തുറന്നു പറയാം നിങ്ങളുടെ അടുത്ത്, എൻ്റെ കൂടപ്പുറപ്പുകളോട് പറഞ്ഞ മാതിരി പറയാം. പക്ഷേ എനിക്കൊരു ഉറപ്പ് കിട്ടിയില്ല.
ഞാനത് 1-2 പേരോട് അക്കാലത്ത് ചോദിച്ചപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ട് പരിഹസിച്ചു. 2500 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളെ കണ്ടു എന്നൊക്കെ തോന്നുന്നത് ഒരു പ്രാന്തല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛനോട് തന്നെ ചോദിച്ചു, അച്ഛാ ഞാൻ കണ്ടത് നന്ദനാരെയാണോ ചോദിച്ചു. അത് കഴിഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ഒരു സ്വപ്നം കണ്ടു. അതേ രൂപത്തിലുള്ള ആൾ എന്നോട് വന്ന് പറയാം, നീ കണ്ടത് എന്നെയാണ്, എന്നിൽ ലയിച്ച ഒരുത്തൻ്റെ രൂപത്തിൽ നിനക്ക് കാണാമെന്ന് വിചാരിച്ചു. ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയെ നമ്മളിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക. ആരെങ്കിലും കുറൂരമ്മയെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അത് ഗുരുവായൂരപ്പനാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. വേറെ ആരുടെ അനുഭവത്തിൽ നിന്ന് എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല. ദേവിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിഷ്കാമ ഭക്തിയാണ്. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. എന്തിന് തനിക്ക് മിണ്ടാനും പറയാനും ഒരാളുണ്ടാവണമെന്ന് പറഞ്ഞിട്ട് പോലും അല്ല അത് തുടങ്ങിയിട്ടുണ്ടാവുക. എന്തോ ഒരു പൂർവജന്മ വാസന കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഭഗവാനോട് സംസാരിക്കുക, ഭഗവാന്റെ അടുത്ത് വഴക്കിടുക, ഭഗവാന്റെ അടുത്ത് കരയുക, ഭഗവാനെ പെറ്റമ്മയെ പോലെ നോക്കുക, ഭഗവാൻ മഴ നനഞ്ഞാൽ തല തുറത്തി കൊടുക്കുക, ഭഗവാന് പനിക്കുണ്ടോ നോക്കുക, മരുന്ന് കൊടുക്കുക. ഇങ്ങനെയൊക്കെ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ പെറ്റ അമ്മ നോക്കും അതുപോലെ നോക്കുന്ന ഒരു വ്യക്തിക്ക് അമ്മമാർ മക്കളുടെ നിന്ന് പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വാസ്തവത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ ഈ മനുഷ്യരാണ് മക്കളുടെ നിന്ന് പലതും എക്സ്പെക്റ്റ് ചെയ്യും. പ്രകൃതിയിൽ അടിസ്ഥാനപരമായിട്ട് അമ്മമാരൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ വരെയും അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മുടെയൊക്കെ അമ്മയെക്കുറിച്ചിട്ട് 10 ദിവസം പറഞ്ഞിട്ടാണ് വരണം. ആ പരാശക്തിയെക്കുറിച്ച്. ഇന്ന് ആ പരാശക്തി ഒരു മനുഷ്യരൂപം എടുത്തിട്ട് ഭഗവാനെ കൊണ്ട് നടന്ന ഒരു ഭൂമിയിലാണ് വന്നിരുന്നിട്ട് ഈ കഥ പറഞ്ഞു. അപ്പോൾ ഒരു മാതാവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാണ് നിഷ്കാമമായിട്ടുള്ള ഭക്തി. തൻ്റെ ഭഗവാന്റെ ഒപ്പം ഒന്നിച്ചിരിക്കുക. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വാക്വമായിട്ടുണ്ടോ, ശൂന്യതകളുണ്ട്, ആ ശൂന്യതകൾ മുഴുവൻ തീർക്കാനായിട്ട് ഒരാളെ അവിടെ കൊണ്ടുവന്ന് വെച്ചാണ്. വളരെ സ്വതസിദ്ധമായിട്ട്. പൂന്താനത്തിന് ജനിച്ച കുട്ടി മരിക്കേണ്ടി വന്നു, അത് തിരിച്ചറിയാൻ കുറൂരമ്മയ്ക്ക് അതിൻ്റെ പോലും ആവശ്യം വന്നില്ല. 12 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. കാമുകനായിട്ട് വേണമെങ്കിൽ കാണാതിരുന്നില്ലേ? വന്നില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത. ഭാവത്തിൽ അല്പം പോലും വ്യതിചലം വന്നിട്ടില്ല. പറയാം നമുക്ക് കൃഷ്ണഭക്തിയായിരുന്നു, ആദ്യം കാമുകനായിട്ടാണ് കണ്ട്, പിന്നെയാണ് കുട്ടിയായത്. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അപ്പം ആ മാതൃഭാവം അത്രയും ചെറുപ്പത്തിൽ ആ ദേവതയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അത് അങ്ങനെ വരില്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ശരണാഗതി എന്ന് പറയും നമ്മൾ. പ്രപത്തി എന്നൊക്കെ നമ്മൾ തിരുപ്പതിയിലൊക്കെ വെങ്കടേശ പ്രപത്തി എന്ന് പറയും. അത് വൈഖാനസ സമ്പ്രദായത്തിലൊക്കെ കൃഷ്ണഭക്തിയിൽ പറയണ ഒരു വാക്കാണ്. ശരണാഗതി അങ്ങേ തലയാണത്. അങ്ങോട്ട് ഇട്ടുകൊടുക്കണം, അവനവനെ ദേവതയ്ക്ക് ഇട്ടുകൊടുക്കണം, ഈശ്വരന് ഇട്ടുകൊടുക്കണം. ആ സമർപ്പണം, സറണ്ടർ വരുന്നത് എപ്പോഴറിയും? ശ്രദ്ധ അൺഡിവൈഡഡ് ആവുമ്പോഴാണ്. അങ്ങോട്ടോ മാറാത്ത ശ്രദ്ധ, ലക്ഷ്മണൻ്റെ പോലുള്ള ശ്രദ്ധ. ലക്ഷ്മണന് വേറെ ഒരു ശ്രദ്ധയില്ലല്ലോ. ചേട്ടൻ്റെ കാര്യം, ചേട്ടത്തിയമ്മയുടെ കാര്യം, വേറെ ഒന്നുമില്ല. അത്രയും വർഷം ഉറങ്ങാത്ത ആളാണ്, 14 കൊല്ലമായിട്ട് ഉറങ്ങാത്ത ആളാണ്. അതുപോലുള്ള ശ്രദ്ധ. ആ ശ്രദ്ധയാണ് കുറൂരമ്മയുടെ ഭക്തിയുടെ ഫൗണ്ടേഷൻ. ആ ശ്രദ്ധ എങ്ങനെയുണ്ടായി? നമ്മളെ വരി കഷ്ടപ്പെട്ടിട്ട് സഹസ്രനാമം വായിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാക്കാൻ നോക്കൽ അതല്ല. നമ്മൾ ഓം വിശ്വം വിഷ്ണുർ വഷട്ടും പോയി, പിന്നെ ഓർമ്മ വരുമ്പോൾ സർവപ്രഹരണായുധ അല്ലേ? നമ്മുടെ ശ്രദ്ധ അങ്ങനെയാണ്. ഒരഭ്യാസവും ഇല്ല. നിത്യജീവിതം. ആ നിത്യജീവിതത്തിൽ ഭഗവാനെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിറക്കി, സന്തത സഹചാരിയാക്കി. അത്രേ വേണ്ടൂ. അതവിടെ സംഭവിച്ചു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അങ്ങനെയുള്ള ഒരു അഫെക്ഷൻ കൊണ്ടുവന്നപ്പോൾ തൻ്റെ കൂടെ നടക്കുന്ന ഒരാളായിട്ട് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ ഭഗവാന് ശ്രീകോവിലിൽ പിന്നെ ഇരിപ്പുറച്ചില്ല. അഹം ഭക്തപരാധീന എന്ന് പറഞ്ഞ ആളാണ്.
ഞാൻ ഭക്തൻ്റെ അടിമയാണെന്നാണ് പറഞ്ഞു. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഈശ്വരൻ തോൽക്കുന്നത് ഒരൊറ്റ സ്ഥലത്താണ്. ഭഗവാൻ ടോട്ടൽ ഫെയിലിയർ ആ കാര്യത്തിൽ. തന്നെ സ്നേഹിക്കണവനിൽ നിന്ന് അടർന്നു മാറാൻ ഭഗവാന് സാധിക്കില്ല. മനുഷ്യന് സാധിക്കും. മനുഷ്യന് പ്രണയിക്കുന്നവരെ ഉപേക്ഷിച്ച് പോകാൻ പറ്റും, ഭഗവാന് സാധിക്കില്ല. ഭഗവാൻ കുടുങ്ങും. പിന്നെ മൂപ്പരുടെ വലിയൊരു പ്രശ്നം ഭഗവാന് മറവിയില്ല. നമുക്ക് മറവിയുണ്ട്, അത് നമ്മുടെ അനുഗ്രഹമാണ്. മറവി കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സമയത്ത് അനുഭവിക്കുന്ന ദുഃഖത്തിനും വേദനയും കൊണ്ട് നമ്മൾ തകർന്ന് തരിപ്പണായിട്ട് എന്നോ പോയതിനെ. ഭഗവാന് മറവിയുമില്ല, ഭക്തനിൽ നിന്ന് വേർപെടാനും അറിയില്ല. അപ്പം ഇവിടെ ഭഗവാനെ ചലിപ്പിച്ച ഭക്തിയാണ്. നമ്മൾ പറയും ഭക്തി ദാറ്റ് മൂവ്ഡ്, മൂവിങ് ആയിട്ടുള്ള ഭക്തിയാണ്. അങ്ങോട്ട് ഇളക്കി ഭഗവാനെ കൊടുക്കും. അമ്മയുടെ ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി, അതിൻ്റെ ഒരു ജീവൻ, അതിൻ്റെ ഒരു നൈസർഗികത, ജന്മനാ ഉള്ള ഒന്ന്. പുറത്തുനിന്ന് ആര് പറഞ്ഞു കേട്ടിട്ടും ഒരു പുസ്തകം വായിച്ചിട്ടും ഒന്നും ഉണ്ടായതല്ല. കുറേ കാലം ഒരു വഴിക്ക് പോയി, അത് കഴിഞ്ഞിട്ട് വേറെ ആരോ ഏതോ ഒരു സംഘടനയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഉടനെ അവരുടെ കൂടെ പോയി. ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും കഥ പറയണ സമയത്ത് തലയുടെ പുറകിൽ വേറൊരു റീൽ ഓടിച്ചുകൊണ്ട് കഥ കേൾക്കുക, ഇങ്ങനെയല്ലല്ലോ മറ്റേ ആൾ പറഞ്ഞത്. അങ്ങനെയുള്ളതൊന്നുമില്ല. തുറന്ന മനസ്സ്, തുറന്ന സമീപനം. ഭഗവാൻ എന്ത് കൊണ്ടുതരുന്നോ അത് വാങ്ങാൻ തയ്യാറായിട്ടിരിക്കുക. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സാധാരണ ഗുരുവായൂരപ്പനാണ് കാന്തം. എല്ലാവരും വലിച്ചുകൊണ്ടിരിക്കുന്ന കാന്തം ഗുരുവായൂരപ്പനാണ്. ഇവിടെ നേരെ തിരിച്ചാൽ സംഭവിച്ചു. കുറൂരമ്മ ഒരു കാന്തമായി മാറി. കുറൂരമ്മ കാന്തായപ്പോൾ എന്താ, വലിയ കാന്തത്തിന് അവിടെ ഇരിക്കാൻ പറ്റാണ്ടായി. അത് അവിടുന്ന് ഒരു ഒറ്റ വരവ് അങ്ങോട്ട് വന്നു. എന്നിട്ട് നോക്കി, എൻ്റെ അമ്മ എന്നെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ നിന്നൊക്കെ. എന്തായാലും എനിക്ക് എൻ്റെ അമ്മമാരുടെ വാത്സല്യമൊന്നും അധികം കിട്ടിയിട്ടില്ല. 9 വയസ്സ് വരെയാണ് ആ യശോദയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചത്. അതിനുശേഷം ദേവകി വന്നിട്ട് ആ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുക അത്രേ. എന്നെ ഇപ്പോൾ വന്ന് കെട്ടിപ്പിടിക്കും, എന്നെ വന്ന്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ്റ്റ് ചൈൽഡ്ഹുഡ് ഉണ്ട് ഗുരുവായൂരപ്പന്. നമ്മൾ ആ മൂർത്തിയെ ശ്രദ്ധിച്ചാൽ കാണാം, ഭഗവാൻ ഭൂമിയിൽ ഒരു മനുഷ്യ ശിശുവായിട്ട് നടന്നപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഭഗവാനെ അങ്ങോട്ട് ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് പോയ മാതിരി ഒരു ട്രാൻസ്ഫറാണ്. മധുരയിലേക്ക് പോകുന്നു. ഒരു കെയർ ഫ്രീ ആയിട്ട് നടന്ന ഒരു ലൈഫിൽ നിന്ന് ഹൈ സെക്യൂരിറ്റി ഉള്ളൊരു ലൈഫിലേക്കാണ് പോകണം. കംസനെ വധിച്ചതോട് കൂടിയിട്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് അനവധി പേർ അക്കാലത്ത് പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഭഗവാനെയും ബലരാമനെയും അതീവ സുരക്ഷയിലാണ് സാന്ദീപനുടെ ആശ്രമത്തിൽ ഉജ്ജയിനിക്ക് പറഞ്ഞയക്കണതൊക്കെ. നമ്മളിന്ന് ഭാഗവതത്തിൽ അങ്ങോട്ട് കാണുന്ന അത്രയും ലാഘവത്തിലല്ല ശരിക്കും അവരുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഭഗവാൻ 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 എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ഭഗവാൻ വീണ്ടും കുറൂരമ്മയെ പോലുള്ള ഭക്തരിൽ വന്നിട്ടാണ് ആ നഷ്ടപ്പെട്ട ബാല്യം പിടിച്ചെടുക്കുന്നത്. ഇന്നും ഗുരുവായൂരപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാനെ കുട്ടിയായിട്ട് മാത്രം ട്രീറ്റ് ചെയ്താൽ. ഭഗവാനെ ഭഗവാനല്ലാണ്ട്, എന്നെ ഭഗവാനല്ലാണ്ട് ഒരു കുട്ടിയായിട്ട് കാണൂ എന്ന് പറയുന്ന ഒരു ഗുരുവായൂരപ്പനുണ്ട്. എന്നെ ഭഗവാനായിട്ട് കാണാതെ ഒരു കുട്ടിയായിട്ട് കാണൂ, എൻ്റെ വിഷമം മനസ്സിലാക്കൂ, എൻ്റെ സന്തോഷത്തിൽ എൻ്റെ ഒപ്പം ചിരിക്കൂ, എൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കൂ, ഇങ്ങനെ പറയുന്ന ഒരു ഗുരുവായൂരപ്പനുണ്ട്. ആ ഗുരുവായൂരപ്പനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിൽ കവിഞ്ഞിട്ട് വേറെ യാതൊരു ഉപാസനയും നമുക്ക് ആവശ്യമില്ല. വീണ്ടും പോയോ? അതുകൊണ്ട് കുറൂരമ്മയുടെ ഭക്തിയിൽ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ മന്ത്രം ജപിച്ചും കുറേ സ്തോത്രം ജപിച്ചിട്ടും ശക്തി ആർജിച്ച് ഭഗവാനെ മന്ത്രബദ്ധനാക്കി പിടിച്ചു കെട്ടിയിട്ട് നമ്മുടെ വരുതിക്ക് നിർത്തുന്നതല്ല യഥാർത്ഥത്തിൽ ഉള്ള ഭക്തി. വളരെ മനോഹരമായിട്ടുള്ള പദാലങ്കാരങ്ങളൊക്കെ കൊണ്ട് സ്തോത്രങ്ങൾ ഉണ്ടാക്കി ജപിക്കലോ അതൊന്നുമല്ല ഭക്തി. നമ്മുടെ കാലഘട്ടത്തിലെ പോലെ കുറേ റീലിടലല്ല ഭക്തി. ഇതൊന്നുമല്ല ഭക്തി. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഹൃദയത്തിനെ ഗുരുവായൂരപ്പന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു നല്ല വീട് പണിതിട്ട് അതിനെ ഒരു കലവറയോ ഒരു ചവറ്റുകൊട്ടയോ പോലെ ആക്കി വെച്ചിരിക്കണം. അതിനൊക്കെ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ഗുരുവായൂരപ്പനെ അവിടെ താമസാക്കിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും കുറൂരമ്മയുടെ ഹൃദയം എന്താണെന്ന് മനസ്സിലാവും.
അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഭട്ടതിരി പറഞ്ഞ വാചകം, അവസാനത്തെ വാക്ക്, നിത്യം ചിത്തസ്ഥിതമ്മേ പവനപുരപതേ കൃഷ്ണാകാരുണ്യ സിന്ധോ പറഞ്ഞിട്ടൊരു വരി വരും. ഭൃത്വാതിശേഷതാപാൽ, എൻ്റെ അകത്ത പൊള്ളലും ചൂടും എരിച്ചിലും മാറ്റി അവിടെ കുളിർമഴ പെയ്യിക്കണേന്നാണ് പ്രാർത്ഥിക്കുന്നല്ലേ. പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മി, ആനന്ദമാകണ ലക്ഷ്മിയെ കൊണ്ട് നിറയ്ക്കണം. ഞാൻ ഭഗവാനെ സാക്ഷാത്കരിച്ചു, എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്ന ഒന്നും ഒരിക്കലും കുറൂരമ്മ ആലോചിച്ചില്ല. ഒരു ബ്രാഹ്മണൻ്റെ കഥയുണ്ട്. ബ്രാഹ്മണൻ എന്നും വയറുവേദന. അദ്ദേഹം ഈ പ്രദേശങ്ങളിൽ എവിടെയോ ജീവിച്ചൊരു പാവം മനുഷ്യനായിരുന്നു. ബില്ലുമംഗലത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഒരു ദിവസം ഏതോ ഒരു അമ്പലത്തിൽ നിന്ന് പോകുമ്പോൾ ഈ ബ്രാഹ്മണൻ പോയിട്ട് പറഞ്ഞു അത്ര, തിരുമേനി സ്വാമി എനിക്ക് വയറുവേദന താങ്ങണില്ല, എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ എനിക്കത് മാറ്റി തരണം എന്ന് പറഞ്ഞു. ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ഭഗവാനോട് പോയിട്ട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു പൂർവ്വകർമ്മമാണ്, മാറാൻ വിഷമാണ്. അപ്പം ഇയാളാണെങ്കിൽ പരിചയക്കാരനാണ്, ഇയാളോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബില്ലുമംഗലം ഇയാൾ അവിടുന്ന് വരണേട്ടാ മൂപ്പര് വേറെ വഴി കൂടെ പോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ബില്ലുമംഗലം എന്നെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ആകെ വിഷമിച്ചിട്ട് വരുമ്പോൾ അമ്മയെ കണ്ടു അത്ര. ഈ വഴി പോയിട്ടുണ്ടാവും. അമ്മ ഇങ്ങനെ വിട്ടിട്ട് ഇവിടം വിട്ടിട്ടൊന്നും പോണ ആളായിരുന്നില്ല. അപ്പോൾ എന്താ നിങ്ങൾ വല്ലാണ്ടായല്ലോ, കുറേയല്ലോ നിങ്ങളെ കണ്ടിട്ട്, ഇങ്ങനെ വല്ലാണ്ട് ആരോഗ്യമൊക്കെ പോയ മാതിരിയുണ്ട്. ഒന്നും പറയണ്ട അമ്മേ, ഒരു വല്ലാത്ത വേദനയാണ് വയറിന്. ആ വില്ലുമംഗലത്തിനോട് പറഞ്ഞു, അങ്ങോരിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അതിന് ശേഷം വേറെ വഴിക്കാണ് പോണത്, അത്രയും ഗതികെട്ടവനാണ് തോന്നും ഞാൻ, എൻ്റെ കർമ്മം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വിഷമം പറയപ്പെടും. ഞാൻ ഉണ്ണിയോട് പറയാട്ടോ, വിഷമിക്കണ്ട, ഒക്കെ മാറിട്ടോ. ഉള്ളി ചെന്നു. ഉണ്ണി അയാളുടെ വയറുവേദന ഒന്ന് മാറ്റി കൊടുക്കൂ എന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി. ഇത്രേ പറഞ്ഞില്ല, അയാളുടെ വയറുവേദന അപ്പം മാറി. അയാൾ വില്ലുമംഗലത്തിൽ തെരഞ്ഞു നടക്കാൻ തുടങ്ങി. വില്ലുമംഗലാണെങ്കിൽ ഇയാൾ വയറുവേദന മാറ്റാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഓടും. ഇയാളെ വഴി നീണ്ട. ഒരു ദിവസം വട്ടത്തിൽ പിടിച്ചു. നിങ്ങൾ എങ്ങടെ ഓർഡർ സ്വാമി? എൻ്റെ വയറുവേദന മാറി. നിങ്ങളുടെ വയറുവേദന എങ്ങനെ മാറി? കുറൂരമ്മ മാറ്റി തന്നു. അപ്പം മൂപ്പർക്ക് കത്തി, ദേഷ്യം വന്നു. പുറമേ ഒന്നും കാണിച്ചില്ല. അല്ലേ നന്നായി. വീട്ടിൽ വന്നു. വീട്ടിൽ വേണ്ട എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ വില്ലുമംഗലത്തിനെ സഹായിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ കർമ്മത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. കുറൂരമ്മ പറഞ്ഞപ്പോൾ മാറ്റിക്കൊടുത്തില്ലേ, ഇത് മഹാമോശമാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അച്ഛൻ എന്നോട് എന്താ ചോദിച്ച്, അയാളുടെ വയറുവേദന മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഷ്ടമാണ്, കർമ്മമാണെന്ന് പറഞ്ഞു. ഭഗവാനാണെന്നുള്ള രീതിക്കല്ല എന്നോട് ചോദിച്ച്. അമ്മ എന്നോട് അങ്ങനെയല്ല ചോദിച്ച്, മാറ്റിക്കൊടുക്കുക പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി. അമ്മ എൻ്റെ അടുത്ത് മകനോട് പറഞ്ഞ മാതിരിയാ പറഞ്ഞു, അവിടെ ഞാൻ മാറ്റിക്കൊടുത്തു. ഇതാണ് ആ വ്യത്യാസം. ഇതാണ് വ്യത്യാസം. ആ ഭാവത്തിൽ കണ്ട കുട്ടിയോട് പറഞ്ഞ മര്യാദയ്ക്ക് ചെയ്തോ, പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അനർഹമായിട്ടുള്ളത് പറയരുത്. അർഹത ഈ ഭാവത്തിലുള്ള ഉപാസനയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു തിൻ ലൈൻ ഞാണുമേ കളിയാണ്. ഇതേമാതിരി ഞാണുമേ കളിയാണ് ഭഗവാനെ കാമുകനായിട്ട് കാണുന്നത്. വളരെ ഡേഞ്ചറസാണ്. ഏറ്റവും ഡേഞ്ചറസ്, നശിച്ചു പോകാൻ, ആ ഭക്തൻ തൊലഞ്ഞു പോകാനുള്ള ഏറ്റവും ഡേഞ്ചറസ് മാർഗമാണ് മധുരഭക്തി. ഉണ്ണിയായിട്ട് കാണുന്നത് റെസ്പോൺസിബിലിറ്റി വളരെയധികമാണ്, നമുക്ക് ഉത്തരവാദിത്വം കൂടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ ദേവിയുടെ അപ്പം നമുക്ക് ശരിക്കും ഭക്തി എങ്ങനെയാണ്, ഭക്തി എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭക്തി തുടങ്ങണത് നമ്മളിൽ എന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ കുറൂരമ്മയുടെ ജീവിതത്തിൽ തന്നെ ഇതിനുള്ള പോയിന്റ് നമുക്ക് കിട്ടും. നമ്മളൊക്കെ ആരാധകരാണ്, നമ്മളൊക്കെ ഫാൻസാണ് ഭഗവാന്റെ. ഫാൻസിന് ബുദ്ധി ഉണ്ടാവില്ല. ഫാൻസ് വേറെ ദേവതയെ ഭഗവാനായിട്ട് കാണാൻ സമ്മതിക്കില്ല. മറ്റൊരാളുടെ സിനിമ മോശമാണെന്ന് പറയണതാണല്ലോ ഫാൻസിൻ്റെ ജോലി. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. ഫാൻസ് രക്ഷപ്പെടില്ല. ഭഗവാൻ ആവശ്യം ഭക്തരെയാണ്. അതുകൊണ്ടാണ് വർഷത്തിൽ എത്രയോ കോടി ആൾക്കാർ പോകുന്നു ശബരിമലയ്ക്ക്. ദേവസ്വം ബോർഡ് പറയും 2.5 കോടി വന്നു, 3.5 കോടി ആൾക്കാർ വന്നു എന്ന്. ഭഗവാൻ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ പറയും 2 പേര് വന്നു. അതിൻ്റെ കാരണം ഇതാണ്. അപ്പം ഇവിടെ ആത്മസംബന്ധം ഉണ്ടായാലേ ഭക്തി ഉണ്ടാവുള്ളൂ. എങ്ങനെ ആത്മസംബന്ധം ഉണ്ടാവുക? ഈശ്വരനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കണം, ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാവണം. ദ മൊമെൻറ്റ്, ഏത് നിമിഷത്തിലാണോ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം
ഈശ്വരനിൽ വരുന്നത്. ആ സമയത്താണ് ഭക്തി ആരംഭിക്കുന്നത്. വെറുതെ ആരാധിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമുക്ക് ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഗീത പറയുന്നുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദയശേ തിഷ്ഠതി, അല്ലേ? ഹൃദയത്തിൽ ഇരിക്കണമെന്ന് പഠിപ്പിച്ചു തരും. അത് നമ്മൾ വെറുതെ തിയറിയായിട്ട് പറയും, ശ്ലോകമായിട്ട് ഉരുവിടും. എത്ര പേര് പ്രാക്ടിക്കലാക്കുന്നുണ്ട്? എത്ര പേർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്ര പേര് അതിനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്? ആ ആത്മസംബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം പഠിക്കണം നമ്മൾ. 2, നിഷ്കാമത ഉണ്ടാക്കുക. ഫലത്തിന് വേണ്ടിയല്ലാണ്ട് ഭഗവാനെ സ്നേഹത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. കാരണം ഈ ഫലത്തിന് വേണ്ടിയിട്ട് കോടാനുകോടി ആൾക്കാർ ഭഗവാന്റെ അടുത്ത് പോകുന്നുണ്ട്. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ? കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, ഒക്കെ ഓരോ കാര്യത്തിനാണ്. നന്നായിട്ടൊക്കെ എന്നോട് പെരുമാറണത്, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ ആ ഒരാളുണ്ടല്ലോ, അയാൾ ഇന്നേ വരെ എൻ്റെ അടുത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും നമ്മൾ തന്നെ പറയാറുണ്ട്. അപ്പം ഭഗവാന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെ ചിന്തകളാണ് അദ്ദേഹത്തിലേക്ക് നമ്മൾ ബമ്പാടി ചെയ്ത് കൊടുക്കുന്നത് ഓരോ നിമിഷവും. ഭക്തി എന്ന് പറയുന്നത്, ഭക്തി ആവണമെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ പാടില്ല, കൈമാറ്റങ്ങൾ നടക്കരുത്. ഞാൻ അങ്ങോട്ട് ഇത് തരാം, ഉണ്ണി എനിക്കിത് ഇങ്ങോട്ട് തരണം എന്ന് പറയണം നിമിഷം അവിടെ ട്രാൻസാക്ഷൻ തുടങ്ങി, അവിടെ കച്ചവടം വന്നു. നമ്മൾ പ്രോനോട്ട് എഴുതുകയാണ്, 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചിട്ട് എഴുതണ പോലെയാണ്. അപ്പം ഭഗവാൻ അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. പുള്ളി ചോദിക്കും, എവിടെ, എന്താ തരാത്ത്? പണ്ടൊരു അമ്മ, എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. അമ്മയുടെ ചെറുപ്പത്തിൽ കണ്ടൊരു സംഭവമാണ്. ഞാൻ ഇന്നാളത് ഏതൊരു സ്ഥലത്ത് പറഞ്ഞു പോണു, ഈ ദേവിഭാഗവത്തിൻ്റെ അവിടെ തന്നെ. മുന്നിലെ ക്യൂ, അന്ന് ഇന്നത്ര തിരക്കൊന്നുമില്ല ഗുരുവായൂർ. ഒരു സ്ത്രീയാ, അവർ വന്നിട്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് തൊഴുതതേ ഓർമ്മയുള്ളവർക്ക്. കൈ വിടർത്താൻ പറ്റിയില്ല, ഒട്ടി. അവർ കരച്ചിലും നിലവിളിയും ബഹളമായി. അന്നൊക്കെ മേൽശാന്തി സംസാരിക്കും, ശ്രീകോവിലിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ. അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ? കൊടുക്കാൻ മറന്നു വെച്ചു. 25 കൊല്ലം മുമ്പ് കയ്യിലുള്ളൊരു സ്വർണ്ണവള കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അത്രേ ഗുരുവായൂരപ്പന്. അത് ഊരിയിടാമെന്ന് പ്രാർത്ഥിക്കൂ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് കൈ നേരാവുകയും ചെയ്തു. അത്ര പ്രത്യക്ഷമാണ് ഭഗവാൻ. ആ കാരണം ട്രാൻസാക്ഷനാണ്. നേരെ മറിച്ച് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഭഗവാന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒന്നും വിഷയമല്ല. ഭഗവാൻ എല്ലാറ്റിൻ്റെയും കണക്ക് വയ്ക്കും. രാമേന്ദ്രേട്ടൻ്റെ കഥ ഞാൻ പറയാറുണ്ട്. മരപ്രഭു ഉണ്ടാക്കിയ ശില്പിയുടെ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോടത് പറഞ്ഞതാണ്. ആ വൈജയന്തി ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ പരമദാരിദ്ര്യമായിരുന്നൊരു കാലത്ത് ആരോ ഒരാൾ ആലുവയിൽ നിന്ന് വരുമ്പോൾ ചോദിച്ചു, ഇവിടെ താൻ വരണോ ഗുരുവായൂർക്ക്, ഞാൻ തൊഴാൻ പോകണ്ട. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗുരുവായൂർ പോയിടും, 80കളുടെ മധ്യത്തിലൊക്കെ. എന്താ കൊണ്ടു കൊടുക്കുക? രാത്രി കുറേ നേരം ആലോചിച്ചു. കയ്യിൽ 5ൻ്റെ പൈസയിൽ ഇയാളാണ് കൊണ്ടുപോകണത്. എന്നെ ഒരു കാണിക്ക് ഇടാൻ പൈസയില്ല. അവസാനം ശില്പി ആയതുകൊണ്ട് മണ്ണുകൊണ്ട് മാല ഉരുട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു വാഴയിലയിൽ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയി ഗുരുവായൂർ ശ്രീലകത്തിൻ്റെ സോപാനത്തിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് ആകെ തരാൻ ഇതാളുള്ളത് എന്ന് പറഞ്ഞ് കൊടുത്തു. ഭഗവാൻ മറന്നില്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷം മണ്ണുകൊണ്ട് തൻ്റെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ആൾക്കാർ തൊഴുന്നൊരു രൂപം ഉണ്ടാക്കാൻ അദ്ദേഹത്തിനെ അല്ലേ വിളിപ്പിച്ച്. ഭഗവാൻ ഇതൊന്നും മറക്കില്ല, എല്ലാം ഓർമ്മയുണ്ടാവും. പണ്ട് ഗുരുവായൂർ വൈജയന്തി ബിൽഡിങ്ങിൻ്റെ അവിടെയുള്ള ഒരു കടയിൽ നിന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി ഗുരുവായൂരപ്പൻ്റെ ഒരു ലോക്കറ്റിൻ്റെ ഭംഗി കണ്ടിട്ട് കട്ടെടുത്തു. കുട്ടിയുടെ അച്ഛൻ അത് കണ്ടുപിടിച്ചിട്ട് ആ നെന്മേനി ലോഡ്ജിൻ്റെ വരാന്തയിൽ നിന്നാ പണ്ട് നേരെ കാണാം. അവിടെ നിന്നിട്ട് പറയിപ്പിച്ചത് പോരാണ്ട, തൃപ്തി വരാണ്ട, താഴെ ഇറക്കി റോട്ടിൽ കൊണ്ടുവന്ന് നിന്നിട്ട് ആ കടയിൽ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് വന്നതിന് ശേഷം ഗുരുവായൂരപ്പനോട് മാപ്പ് പറയിപ്പിച്ചു. ആ കുട്ടി അന്ന് പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ, ഞാൻ ആ ലോക്കറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനത് എടുത്തത്. എനിക്ക് നിന്നെ പൂജിക്കണം എന്നുള്ളതുകൊണ്ട്, കഴുത്തിലിട്ട് നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. ചോദിച്ചാൽ ചിലപ്പോൾ മേടിച്ചു തരില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത്. നാളെ വരുന്ന ഒരു കാലത്ത് നിനക്ക് പറ്റുന്നത്ര സേവനങ്ങൾ ചെയ്യാൻ സാധിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ കുട്ടി. ആ കുട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പ്രഭാഷണം ചെയ്യുന്നത്. ഗുരുവായൂരപ്പൻ കൊണ്ടുവന്നില്ലേ?
എവിടെയോ കിടന്ന് എന്നെ, ഏതോ ഒരു സ്ഥലത്ത് കിടന്ന് എന്നെ അവിടേക്ക് കൊണ്ടുവന്നില്ല. ഇതപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടേ ഇരുത്തുന്നില്ലേ? നമ്മൾ ആ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് കട്ട കുട്ടിയാണ് ഞാൻ. ഒരു പ്ലാസ്റ്റിക് ലോക്കറ്റ്. ആ കട ഇന്നും ഉണ്ട്. അതാണ് രസം. ആ ചേട്ടനും വയസ്സായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മസംബന്ധം, നിഷ്കാമമായ ഭക്തി, ശ്രദ്ധ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താൽ വരില്ല. സ്നേഹമുള്ളവിടെ ശ്രദ്ധ വരും, തന്നെ വരും. വയ്യാണ്ട കിടക്കുകയാണെങ്കിൽ പോലും കുട്ടി എന്തെങ്കിലും വേണോ നടക്കാന്ന് അമ്മ ചോദിക്കും, പെറ്റമ്മ അല്ലേ? ആ ശ്രദ്ധ എവിടുന്നാ വരുന്നത്? അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ശ്രദ്ധ ഉണ്ടാക്കാൻ നോക്കണു. കാരണം നമുക്ക് ഭഗവാനോട് സ്നേഹം പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ശ്രദ്ധ ഉണ്ടാക്കാൻ നോക്കണം. സ്നേഹം പൂർണ്ണമാവാത്തോണ്ടാണ്. സ്നേഹം പൂർണ്ണമായ ശ്രദ്ധ പോവില്ല. ഗൃഹസ്ഥരായിട്ടുള്ള നമുക്ക് 100,000 പ്രശ്നങ്ങളാണ്. അതിലെവിടെയാ ശ്രദ്ധ ഉണ്ടാക്കാൻ പറ്റുക ചോദിക്കും. ഒരൊറ്റ വഴിയുള്ളൂ, കുറൂരമ്മ ചെയ്തമായി കൂടെ കൂട്ടുക, സകല പണിയിലും കൂടെ കൂട്ടുക. വേറെ മാർഗങ്ങളില്ല. സാധന ലളിതമാക്കുക. നമ്മളൊക്കെ ചെയ്യണത് വളരെ കോംപ്ലിക്കേറ്റഡ്. ഇതൊക്കെ ഒരു ഇടി മിന്നുമ്പോഴേക്കും നിങ്ങളുടെ ശ്രദ്ധ പോയി. അത്രയേ ഉള്ളൂ. ഞാൻ കളിയാക്കാൻ പറയല്ല. ഒരു ഇടി മിന്നുമ്പോഴേക്കും ശ്രദ്ധ മാറി. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, വീടെത്തണം, വീട്ടിലേക്ക് പോകണം. ഇനി വീട്ടിൽ ചെന്ന് വൈകി ചെന്നാൽ ചീത്ത കേൾക്കുമോ? അവിടെ ഭക്ഷണം കഴിക്കേണ്ട ആൾക്കാരുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇവിടേക്ക് വരാനേ പറ്റാതെ, ഇന്ന് വരണം എന്ന് ആഗ്രഹിച്ച് വരാൻ പറ്റാണ്ട് വീട്ടിലിരുന്നിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും. ഗുരുവായൂരപ്പൻ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോഴേക്കും നമുക്ക് 100 എക്സാമ്പിൾസ് എടുക്കാനുണ്ട്. ഞാൻ അടുത്ത സെക്ഷനിലേക്കാണ് പോയത്. അപ്പോഴേക്കാണ് വീണ്ടും ശ്രദ്ധയ്ക്ക് തിരിച്ചു കൊണ്ടി വന്നു. സാധന ലളിതമാക്കുക. ഇങ്ങനെ സാധന ലളിതാക്കുക. നമ്മൾ എന്തൊക്കെയോ പഠിക്കണു, മന്ത്രം പഠിക്കണു, അവിടെ പോണു ഇവിടെ പോണു. നമ്മൾ നമ്മുടെ അകത്ത് കിട്ടാത്തൊരു സാധനം തേടിയിട്ട് വൃന്ദാവനത്തിലും പ്രയാഗിലും കാശിയിലും അവിടെ ഇവിടെ ഒക്കെ അലയുക. എൻഡ് ഓഫ് ദ ഡേ ഫേസ്ബുക്കിലിടും ഫോട്ടോ എടുത്തിട്ട്, സെൽഫി വിത്ത് കണ്ണൻ എന്നും പറഞ്ഞിട്ടിടും. അതിപ്പോൾ ഗുരുവായൂർ നിർത്തിച്ചു വന്നു. അല്ലാണ്ട് വേറൊന്നും സംഭവിക്കുന്നില്ല. അകത്ത് കിട്ടിയിട്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ ഒന്ന് പോയി നോക്കൂ. എല്ലായിടത്തും ഭഗവാനാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഒരു സ്ഥലം വേറൊരു സ്ഥലത്തിനെക്കാട്ടിലും മഹിമയാവുന്നില്ല. കുറൂരമ്മ എവിടെ പോയിട്ടാണ് ഭഗവാനെ കിട്ടിയത്? ഭഗവാൻ ഇങ്ങടാ വന്നത്. ഇങ്ങോട്ട് വരുത്താൻ സാധിക്കണം. എങ്ങനെ? ശ്രദ്ധ, ലാളിത്യം, നിഷ്കാമത, ആത്മസംബന്ധം. ഭക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പ്രകടിപ്പിക്കപ്പെടണമെന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായ കാര്യങ്ങളിലാണ് ഭക്തി പ്രകടിപ്പിക്കപ്പെടുന്നത്. വലിയ കാര്യങ്ങളിലേ അല്ല. സത്യഭാമ കൊണ്ടുവച്ച കിലോ കണക്കിന് സ്വർണത്തിലല്ലല്ലോ തട്ടുയർന്നത്. രുക്മിണി വെച്ച ഒരു തുളസീതളത്തിലല്ലേ. ആ ആക്ടിന്റെ സിംപ്ലിസിറ്റി നോക്കൂ. ആ ചെയ്തതിന്റെ സിംപ്ലിസിറ്റി നോക്കുക. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ശരണാഗതി. ഞാൻ ശരണാഗതി പ്രാപിക്കണമെന്ന് പോലും അമ്മ പറഞ്ഞില്ല. തന്നെ അമ്മയായിട്ട് അങ്ങോട്ട് കൊടുത്തു ഭഗവാൻ. അല്ലെങ്കിൽ ഭഗവാനെ അങ്ങോട്ട് മകനായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തു. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കുറൂരമ്മയ്ക്ക് ഗുരുവായൂരപ്പനാണ് ശരണാഗതിയായത്. ആണ്. വേറെ ആരിലും കാണാത്ത ആ ശരണാഗതി ഭഗവാൻ കുറൂരമ്മയോട് അങ്ങോട്ട് കാണിച്ചു തോന്നും. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ ഇത്രയും കഥ കേൾക്കുന്നുണ്ട്, നമ്മൾ എന്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ഇത്തരം സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകണം? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം നമുക്ക് വേറെയും പ്രയോറിറ്റീസ് ഉണ്ട്. ഭഗവാൻ നമുക്ക് ഒരു കൺവീനിയൻസ് മാത്രം അല്ലേ? മഴ അടിക്കണ്ടോ ഈ സൈഡിൽ? എന്തായാലും ഭഗവാൻ മനസ്സ് തണുപ്പിക്കട്ടെ എല്ലാവരുടെയും. പിന്നെ
ചെയ്യുന്ന ചടങ്ങിൻ്റെയും പ്രവൃത്തിയുടെയും വൈശിഷ്ട്യത്തിനെക്കാട്ടിലും പ്രധാനമാണ് അതിൽ നമ്മൾ കൊടുക്കുന്ന ഭാവം. ഒരാൾ മനസ്സുകൊണ്ട് അർപ്പിക്കുന്നത് ഭഗവാൻ സ്വീകരിക്കാതെ പറഞ്ഞ നെന്മേനി ഇന്നത്തെ ഉണ്ണിയുടെ കഥ, അല്ലെങ്കിൽ അലാർനാഥനിൽ ഒറീസയിലുള്ള ആ ഉണ്ണിയുടെ കഥ. അലാർനാഥനിലെ ചുട്ട പായസത്തിൽ കൈ മുക്കിയിട്ട് ഇന്നും പൊള്ളിയ കൈയായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ നെന്മേനി ഉണ്ണി കൊടുത്ത ഭക്ഷണം എന്തെങ്കിലും സ്പെഷ്യൽ മന്ത്രം ജപിച്ചിട്ടാ? ഒരിക്കലുമല്ല. ഭാവമാണ്. ഭഗവാനെ കൂട്ടുകാരനായി കണ്ട് കൊടുക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഭഗവാനെ പ്രതിഷ്ഠിക്കുക ഹൃദയത്തിൽ എന്ന് വളരെ എളുപ്പത്തിൽ പറയും. ഈ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു പീഠം വേണം, അല്ലേ? പീഠത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിക്കുള്ളൂ. ഹൃദയത്തിൽ, ആ ഹൃദയമാകണ ശ്രീകോവിലിൽ നമ്മൾ പ്രതിഷ്ഠ നടത്തുകയാണെങ്കിൽ ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ട പീഠമാണ് ഭാവം. ഭാവത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കേണ്ടത്. ഏത് ഭാവത്തിൽ? നമ്മളും ചോദിക്കാറില്ലേ ആ ക്ഷേത്രത്തിൽ ഏത് ഭാവത്തിലാണ്? ഇപ്പം ഇവിടെ ഉണ്ണി കയ്യിൽ വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഭാവത്തിലാണെന്ന് പറയും. എന്താ ഈ വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഉണ്ണി? വെണ്ണ നമ്മുടെ മനസ്സാണ്. ഹി ലവ്സ് ടു ഈറ്റ് അവർ മൈൻഡ്. വെണ്ണ ചന്ദ്രപ്രതീകമാണ്. ജ്യോതിഷമായിട്ട് തന്നെ പറയാം, വെണ്ണ ചന്ദ്രപ്രതീകമാണ്. ചന്ദ്രൻ എന്താ? മനസ്സാണ്. ഈ മനസ്സിനെയാണ് കൊടുക്കുന്നത്. മനസ്സാണ് ഭഗവാൻ ഭക്ഷിക്കുന്നത്. നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കണ സ്നേഹമുണ്ടോ, ആ സ്നേഹം അതിന് പോരാണ്ടാണ് അത് കട്ടുതിന്നും. സ്നേഹത്തെ കട്ടുതിന്നുന്നവനാണ് കൃഷ്ണൻ. അപ്പോൾ അതിനൊരു നിറഞ്ഞ കലവറ അതിവിടെ കണ്ടു. ഒരു ഖജനാവ് കണ്ടു സ്നേഹത്തിന്. വേലൂരടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ അത് ഗുരുവായൂരിൽ നിന്ന് അങ്ങോട്ട് പോന്നു. അതെവിടുന്ന് പോകുന്നു എന്ന് ചോദിച്ചാൽ കുറൂരമ്മയുടെ ശരീരമാകണ ഗുരുഭവനപുരത്തുനിന്ന് അങ്ങോട്ട് ആവിർഭവിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഗുരുഭവനപുരമാണ്. പ്രാണൻ ഓടുന്ന ഏതും ഗുരുഭവനപുരമാണ്. ഗുരുവായ വായു ഓടുന്ന പുരം എന്ന് ഭട്ടതിരി പറഞ്ഞത് ഈ ശരീരത്തിനാണ്. അവിടെ ബ്രഹ്മം വിളങ്ങണമെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് പണ്ടത്തെ പൊന്നാനി താലൂക്കിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇന്നത്തെ ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. നാരായണീയം സൂക്ഷ്മമായിട്ട് വായിച്ചാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഭട്ടതിരി എന്താണോ തിയറിയായിട്ട് എഴുതി 100ാമത്തെ ദിവസം മനസ്സിലാക്കിയത് അത് കുറൂരമ്മ 12 വയസ്സിലേ സ്വായത്താക്കി കഴിഞ്ഞു. പൂന്താനത്തിന് സ്വന്തം കുട്ടി മരിക്കേണ്ടി വന്നു. കുറൂരമ്മ സ്വന്തം ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ബാല്യാവസ്ഥയെ തന്നെ അത് സഹജമായിട്ട്, ഭക്തി സഹജമായിട്ട് വരിക പറയും. അത് സംഭവിച്ചിട്ടായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? നിത്യ സാന്നിധ്യമായി ഭഗവാൻ. ആ ഭാവത്തിൻ്റെ ശക്തിയാണ്. ബാഹ്യമായിട്ടുള്ള ഏതൊരു ആരാധനയെക്കാട്ടിലും ശക്തിയാണ് ആന്തരിക ഭാവത്തിന്. ഭാവമാണ് ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുത്തുന്നതും ദുർബലപ്പെടുത്തുന്നതും. അതിന് വളം നമ്മളാ ഈശ്വരന് കൊടുക്കുന്ന സ്നേഹം. സ്നേഹത്തിൽ നിന്നേ ഭാവം ഉണ്ടാവുള്ളൂ, ഭാവത്തിൽ നിന്നേ സാക്ഷാത്കാരം ഉണ്ടാവും. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിരന്തര സ്മരണ, നിരന്തര സാന്നിധ്യം, കണ്ടിന്യൂസ് സീംലെസ് ആയിട്ടുള്ള ഒരു പ്രസൻസായി ആ ദേവി. മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ഒറ്റ വസ്തുവിൽ നിൽക്കുക. എവിടെ? അടുക്കളയിൽ, മുറ്റത്ത്, നടുമുറ്റത്ത്, പറമ്പിൽ, അങ്ങാടിയിൽ, ഇടവഴിയിൽ, അടുത്തുള്ള അമ്പലത്തിൽ, എവിടെ പോകുമ്പോഴും ഉണ്ണി. ഉറക്കത്തിലും ഉണ്ണി, ഉറങ്ങുമ്പോഴും ഉണ്ണി, രാവിലെ എണീച്ചാലും ഉണ്ണി, കുളത്തിൽ പോകുമ്പോഴും ഉണ്ണി, തിരിച്ചു വരുമ്പോഴും ഉണ്ണി. എവിടെയും 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 ആ ഭഗവാനെ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നമുക്ക് ആ അമ്മ അനുഭവിച്ച ആനന്ദത്തിൻ്റെ ഒരംശം നമുക്കും കിട്ടും. അതുകൊണ്ട് ആ ദേവിയുടെ ഭക്തിയിൽ നിന്ന് നമുക്ക് 7 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടാക്കുക. ആ ആത്മബന്ധം ഉണ്ടാക്കിയാലേ ഈ ആത്മാവ് അദ്ദേഹമാണെന്ന് നമുക്ക് ആത്യന്തികമായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ നീ തന്നെ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, തത്വമസി എന്നൊക്കെ പറയാൻ. പക്ഷെ അതിലേക്കുള്ള വഴി കഷ്ടമാണ്. അതുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ തൻ്റെ എന്ന് പറഞ്ഞങ്ങോട്ട് കൊണ്ടുവരണം. നിസ്വാർത്ഥമായിരിക്കണം, ഉറച്ച വിശ്വാസം ഉണ്ടാവണം. എന്താ ഉറച്ച വിശ്വാസം? ഇത് എൻ്റെ കുട്ടിയാണ്, അത്രേ ഉള്ളൂ. അതാണ് വിശ്വാസം. അതിൻ്റെ അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ ഒന്നുമില്ല. വേറെ ആൾക്കാർ ഭ്രമമാണ്, ചിത്തഭ്രമമാണ്, തോന്നലാണ്, അതൊന്നും വിഷയമല്ല.
നമുക്കെന്താ വിഷയം? വീട്ടിലുള്ളവർ കളിയാക്കുന്നു, വീട്ടിലുള്ളവർ പരിഹസിക്കുന്നു. എനിക്ക് വരുന്ന 90% മെസ്സേജുകളിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് എഴുതുന്നത് ബന്ധുക്കളും വീട്ടിലുള്ളവരും എന്നെ കളിയാക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, ജപിക്കുന്നത് കാണുമ്പോൾ. ഫെയ്ത്ത് ഉള്ള ഒരാൾക്ക്, വിശ്വാസമുള്ള ഒരാൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ടാ ജ്വല്ലറിക്ക് ആ പരസ്യം എഴുതി. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള വരിയുണ്ട്, വിശ്വാസം അതല്ലേ എല്ലാം. അതാണ്, അതിലാണ് നിൽക്കുന്നത്. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കുറച്ചുണ്ട്, കുറേ ഉണ്ട്. അങ്ങനെ ഇല്ല. അതൊരു yes or no ക്വസ്റ്റ്യനാണ്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലേ ഇല്ല. കുറച്ചുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണ്. യു ആർ നോട്ട് ഷുവർ അബൌട്ട്. കുറൂരമ്മയുടെ അടുത്ത് എന്നിട്ട് ഒരാളിപ്പോൾ പറയുന്നു, എവിടെ നിങ്ങളുടെ മകൻ? ഇതാ അകത്തിരിക്കുന്നുണ്ട്, ഒന്ന് വിളിക്കൂ. ഓ വിളിക്കാം, ഉണ്ണി ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ അയാൾക്കും കാണാം. അപ്പോൾ ഇതാണ് അവസ്ഥ. വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ആ വിളിച്ചു വരുത്തൽ അകത്തുനിന്നാവണം. അപ്പം അത് മാനിഫെസ്റ്റോ രൂപത്തിൽ മൂർത്തമായിട്ട് വരും. ഭഗവാനെ എങ്ങനെ കാണണോ അങ്ങനെ കാണാം. ആരോ ചോദിച്ചു, ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെയിരിക്കും? ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെയിരിക്കും? ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെയിരിക്കും ചോദിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാൾക്ക്, അത് പാവം മേൽപ്പത്തൂരിൻ്റെ തലയിൽ ചിലർ കെട്ടിവെക്കാറുണ്ട്. പാവം മേൽപ്പത്തൂരല്ല ചെയ്തത്, ഏതോ ഒരുത്തരാണ്. അയാൾ പറഞ്ഞു എരുമയെ പോലെ ഇരിക്കുന്നു ഗുരുവായൂരപ്പനെ കണ്ട, ചട്ടി എരുമയെ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ പാവം വിശ്വസിച്ചു, ഗുരുവായൂരപ്പനെ കണ്ട എരുമയെ പോലെ ഉണ്ടാവുന്നു. എരുമ ഗുരുവായൂരപ്പനെ എങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഗുരുവായൂരപ്പനെ എരുമയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അവസാനിപ്പിക്കാം, ഒരു 15 മിനിറ്റും കൂടെ. തുടങ്ങാൻ കുറേ വൈകിയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്നും കൂടെ പറയുമ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷമാകും. ചുരുക്കി ഞാൻ പറയാം. ഒന്ന്, നമ്മൾ എവിടെയാണോ ഇപ്പം നിൽക്കണം അവിടുന്ന് തുടങ്ങുക. അതാണ് നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം പഠിക്കേണ്ട കാര്യം. ഇതിനു വേണ്ടിയിട്ട് ഇനി ഒരു ശുഭദിനോ ആഴ്ചയിൽ അടുത്ത അഷ്ടമിരോഹിണി തൊട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാവും എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കണ്ട. വിശേഷ ദിവസങ്ങളിൽ മാത്രം ഓർക്കേണ്ട ഒരു വസ്തുവല്ല. വാസ്തവത്തിൽ നമുക്ക് പല വിശേഷ ദിവസങ്ങളും നമ്മുടെ ആടയാഭരണങ്ങൾ അണിയാനും 4 ഫോട്ടോ എടുക്കാനുള്ള ദിവസങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഈശ്വരാരാധന പോലും അതിനുള്ള ഒരു റീസൺ മാത്രമായിട്ടാണ് മാറുന്നത് പലപ്പോഴും. ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കും. കൈ പിടിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴും ഭഗവാനെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് എന്ത് വിശേഷ ദിവസം നോക്കാനാണ്? എല്ലാം വിശേഷ ദിവസമാണ്. എവ്രി ഡേ ഈസ് എ സ്പെഷ്യൽ ഡേ അല്ലേ? അങ്ങനെ കൊണ്ട് നടക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് തുടങ്ങാം. എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് തുടങ്ങാം. എന്തറിവാണോ ഉള്ളത് അത് വെച്ച് തുടങ്ങാം. എങ്ങനെയാണോ ഭഗവാനെ കാണാൻ പറ്റുക നമുക്ക് തോന്നാം അത് വെച്ച് തുടങ്ങാം. വലിയ കൊമ്പത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പോകേണ്ട ആവശ്യമില്ല. തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം. തുടങ്ങിയ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വെച്ചാൽ അത് 9 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെച്ച് ഓടി വരും. തുടങ്ങണില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതെങ്ങനെ വെച്ചാൽ അതിങ്ങനെ നിൽക്കണം. നമ്മളിങ്ങോട്ട് ഓടി വരാൻ വേണ്ടിയിട്ട് നിൽക്കണം. നമ്മളങ്ങോട്ട് വെച്ചു കാണുമ്പോഴേക്കും അത് ഇങ്ങനെ കാക്കും. പക്ഷെ നമ്മളങ്ങോട്ട് വെക്കണം, അപ്പം അത് വരും. വന്നാൽ അതിനോട് നമ്മുടെ സ്വന്തം എന്ന പോലെ സംസാരിക്കണം. അത് ഏത് രൂപത്തിലാണെങ്കിൽ, ഗുരുനാഥനാണെങ്കിൽ അങ്ങനെ, കാമുകനാണെങ്കിൽ അങ്ങനെ, ഭർത്താവായിട്ടാണെങ്കിൽ അങ്ങനെ, സഹോദരനായിട്ടാണെങ്കിൽ അങ്ങനെ, സുഹൃത്തായിട്ടാണെങ്കിൽ ഏത് രൂപത്തിൽ. ഇത് ഞാൻ ഭഗവാന്റെ ഉണ്ണിയുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ഏത് ഇഷ്ടദേവനാണെങ്കിലും അങ്ങനെയാണ് വേണ്ടത്. ഏത് ദേവനും ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ഭാവത്തിനനുസരിച്ചിട്ടാണ്. കാരണം ഇതൊക്കെ രൂപമില്ലാത്ത പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണം. പ്രപഞ്ചമായിട്ട് വിശ്വമായിരിക്കണ ഏതൊരു വസ്തു ഉണ്ടോ ആ വസ്തു നമ്മുടെ ആവശ്യാനുസരണം ഓരോ രൂപത്തിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഇതകത്തുനിന്നാണ് വരേണ്ടത്. അതുകൊണ്ട് സംസാരിക്കുക. പിന്നെ പെർഫെക്റ്റ് ആയിട്ടൊരു ഭക്തി എന്നില്ല. അതുകൊണ്ട് പെർഫെക്ഷൻ നോക്കരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല. റെഗുലറായിട്ടുള്ള ജപം, റെഗുലറായിട്ടുള്ള സംഭാഷണം, റെഗുലറായിട്ട് കൊണ്ടു നടക്കുക. അല്ലാണ്ട് ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണത് ശരിയാണോ, വേറെ പലർക്കും എന്തൊക്കെ സൗകര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കും. വാസ്തവത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഈഗോ ഈ എന്നെക്കൊണ്ടൊന്നും പറ്റണില്ല, എന്നെക്കൊണ്ട് കൊള്ളില്ല എന്നുള്ളതാണ്. അഹങ്കരിക്കണേക്കാട്ടിലും ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് ആധ്യാത്മികതയിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട്
കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ചിട്ടയായിട്ടുള്ള ആരാധന നടത്തുക. അല്ലാതെ ഒരിക്കലും അത് എനിക്ക് ഏറ്റവും മികച്ച ഭക്തി എൻ്റെ ആവണം എന്ന് കരുതരുത്. അങ്ങനെ മികവ് എന്നൊന്നില്ല. നമ്മൾ ഭക്തനാണോ എന്ന് തന്നെ സർട്ടിഫിക്കറ്റ് തരേണ്ട ആൾ മൂപ്പരാണ്. നമ്മൾ പറയും ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്, ഞാൻ മൂകാംബിയുടെ ഭക്തനാണ്, ഞാൻ മഹാദേവൻ്റെ ഭക്തനാണെന്നൊക്കെ നമ്മൾ പറയും. ആരാ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നു? നമ്മൾ സ്വയം ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റാണ്. നമ്മൾ ഭക്തനാണോ അല്ലയോ എന്ന് അവിടുന്നാണ് പറയേണ്ടത്. അത് ഭക്തനാണോ അല്ലയോ എന്ന് പറയേണ്ടത്. ആ എളിമ നമുക്കുണ്ടാവും. പിന്നെ നാലാമത്തെ പ്രധാന കാര്യം ദുർബലനാവുന്നത് തെറ്റല്ല. ധൈര്യമായിട്ട് പേടിച്ചോളൂ. ഇടിവെട്ടിയപ്പോൾ പേടിച്ചത് തെറ്റല്ല പറഞ്ഞു. അതാ പറയാൻ വന്നത്. തകർക്കണം. അതുകൊണ്ട് ഇത്രയും കാലം ഇങ്ങനെ അടക്കി വെച്ചതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പം അതാണ് ആ ഭൂമിയുടെ സന്തോഷം. എന്താണെങ്കിലും വീക്കാവുന്നതൊരു വിഷയമല്ല. നമ്മൾ പലരും വലിയ വിഷമമാണ്. നമ്മൾ വളരെ ദുർബലരാണ്, നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഭഗവാനുമായിട്ട് ഒരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ സത്യസന്ധമാവുകയുണ്ട്. ഇല്ലാത്ത എന്തോ ആണ് നമ്മളതെന്ന് ഭഗവാനോട് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയാ പറ്റിക്കണം? നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ പറ്റിക്കണം. അല്ലേ? മീശമാധവനിൽ ദിലീപ് ചെയ്യുന്നില്ലേ, എന്തോ വഴിപാട് നടന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഭഗവതിയെ പറ്റിക്കാൻ എന്ന് പറഞ്ഞൊരു സീനുണ്ട് അതിൽ. നമുക്കതൊരു കോമഡി രംഗമായിരിക്കും. ഇതാണ് നമ്മൾ 99% പേര് ഭഗവാനോട് ചെയ്യണത്. അതിലൊരു വലിയ ആധ്യാത്മിക സത്യം. അപ്പോൾ സത്യത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ പറ്റിക്കാൻ നോക്കരുത്. ആ എന്ത് കുറവുണ്ടെങ്കിലും ആ കുറവ് ഭഗവാൻ നികത്തിക്കോളും എന്ന് തീരുമാനിച്ചേക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ത് ലോപം വന്നാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആ ക്ഷേത്രത്തിലെ ഒരു ചടങ്ങിനും ലോപം വരുത്തില്ല എന്ന് പറയും. ഒരു ലോപവും വരുത്തില്ല, ഒരു കുറവും വരുത്തില്ല. എന്ത് പ്രശ്നം വന്നാലും ഭഗവാന്റെ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം അതിനെ പൂർണ്ണതയിലാക്കും. നമ്മളും അതെ, ഒരു എളിയ പൂജ ചെയ്താലും എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അതിനെ നികത്തും. അത് ഭഗവാന്റെ സത്യവും സ്നേഹവും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് കുറൂരമ്മയുടെ ജീവിതത്തിൽ കുറവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാല്യത്തിലെ വിധവ, സുമംഗലിയല്ല, കുഞ്ഞുങ്ങളില്ല, ഒരു സമൂഹം തള്ളിക്കളയാവുന്ന എല്ലാം ഉള്ള ഒരാൾ. ഒരാളുടെ ചെറുപ്പം തൊട്ടിട്ട് അവനവനോട് സംസാരിക്കുന്നവള്, ആരോടും അധികം കൂട്ടില്ലാത്തവള്, നോക്കിയാൽ കുറവ് മാത്രമല്ല, ആ കുറവ് മുഴുവൻ ആ പരബ്രഹ്മം മകനായിട്ട് വന്നിട്ട് അങ്ങോട്ട് നികത്തിക്കളഞ്ഞു. ലോകത്ത് എത്രയോ വിധവകൾ ഉണ്ടായിട്ടുണ്ട്, ബാലവിധവകൾ ഉണ്ടായിട്ടുണ്ട്, അമ്മമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഒന്നും ഓർക്കുന്നില്ല. ഇന്നും ഈ കുറൂരമ്മയെ മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ. അതിന് കാരണം എന്താ? ഭഗവാൻ വന്ന് അവരുടെ കുറവുകൾ നികത്തിയത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വിശ്വാസം വരുമ്പോഴാണ് ഭഗവാന്റെ പ്രതികരണം തിരിച്ചിങ്ങോട്ട് വരിക. തിരിച്ച് ഭഗവാൻ നമ്മളോട് പ്രതികരിക്കും. ഇത് മനസ്സിലാക്കണം. ഭക്തി എന്നുള്ളത് കാട്ടിക്കൂട്ടലോ പ്രകടനമോ അല്ല. അത് നിത്യജീവിതത്തിൽ സംഭവിക്കേണ്ട, വളരെ നോർമലായിട്ട് വരേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും. അതൊരിക്കലും ഒരു പെർഫോമൻസ് അല്ല. നിങ്ങളെ കണ്ടാൽ മറ്റുള്ളവർക്ക് ഭക്തി ഉണ്ടെന്ന് തോന്നണം. അതൊരു വിഷയമല്ല. അതൊരിക്കലും ഒരു വിഷയമല്ല. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അകത്ത് ജ്വലിക്കുന്ന തീനാളാണ്. ഏത് കൊടുങ്കാറ്റ് വന്നാലും കടാതിരിക്കുന്ന ഏതൊരു നാളമുണ്ടോ ആ നാളാണ് ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന ഭഗവാൻ. അതുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് നമുക്ക് ആ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ തിരക്കും എല്ലാ പ്രാരബ്ധവും ഒഴിഞ്ഞിട്ട് ഭജനം തുടങ്ങാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രഹ്ലാദൻ പറഞ്ഞ പോലെ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ തുടങ്ങിക്കോ, ഈ കെട്ട് മുറുകുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ തുടങ്ങിക്കോ, നാളെ കയ്യും കാലും വരില്ല, മുട്ട് മടങ്ങില്ല, അതുകൊണ്ട് ഇപ്പൊ നമസ്കരിച്ച് പഠിച്ചോ എന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. കുറൂരം അത് തന്നെയാണ് കാണിച്ചത്. ആ അമ്മയുടെ ജീവിതത്തിൽ ഏകാന്തതയും പ്രാരബ്ധവും ഒഴിഞ്ഞിട്ടൊരു സമയമില്ല. അതുകൊണ്ട് എത്രയോ ചെറുപ്പത്തിൽ തുടങ്ങി
ആ തുടങ്ങിയതിൻ്റെ ഗുണമാണ് ആ ഭഗവാൻ ആ അമ്മയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേവിയുടെ നിന്ന് പഠിക്കേണ്ടത് എന്ത് ചെറിയ രീതിയിലാണെങ്കിലും തുടങ്ങുക, ആഴത്തിൽ സ്നേഹിക്കുക, അവനവനെ തന്നെ അങ്ങോട്ട് കൊടുക്കുക. അപ്പം ഭഗവാൻ അങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് തരും. ഞാൻ പറഞ്ഞില്ലേ, കുറൂരമ്മയോട് അങ്ങടാ ഗുരുവായൂരപ്പൻ ശരണാഗതി കാണിച്ചത്. കുറൂരമ്മ ഇങ്ങോട്ടല്ല. ഗുരുവായൂരപ്പൻ എല്ലാവരും വലിക്കണ കാന്തം, കുറൂരമ്മ എന്ന് പറഞ്ഞ കാന്തം ഗുരുവായൂരപ്പൻ അങ്ങോട്ട് വലിച്ചു, ഇവിടെ അങ്ങോട്ട് ഇരുത്തി. ഇതാണ് സംഭവിച്ചത്. അപ്പം എന്ത് കണ്ടിട്ടാ ഉണ്ണി ഇങ്ങോട്ട് ഓടി വന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉണ്ണിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ആ മറ്റുള്ളവരൊക്കെ, നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് കാര്യത്തിനാണ് എൻ്റെ അടുത്ത് വന്നത്. എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് എൻ്റെ അടുത്ത് ആരും വന്നില്ല. കുറഞ്ഞത് മോക്ഷമാണെന്നുണ്ടെങ്കിലും പറഞ്ഞു വരും, അതും കാര്യമാണ്. എന്നെ കാര്യമേ ഇല്ലാണ്ട് പണ്ടെന്നെ വളർത്തിയ അമ്മയ്ക്ക് ശേഷം വളർത്താനൊരു അമ്മ ഉണ്ടായിരിക്കുന്നു. എനിക്ക് വളർത്തമ്മമാരെ കൊണ്ടാ സ്നേഹം കിട്ടണമെന്ന് ഗുരുവായൂരപ്പൻ പറയുന്നു. പ്രസവിച്ച അമ്മയെ കൊണ്ടല്ല, പ്രസവിച്ച അമ്മയെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ഉണ്ണി കാത്തു നിൽക്കാത്രേ. അമ്മ വന്ന് ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞിട്ട് ദേവകി ഇങ്ങനെ വന്ന് നോക്കിയിട്ട് അങ്ങനെ നമസ്കരിച്ചു എന്നാണ്. എന്താ അമ്മ എന്നെ കെട്ടിപ്പിടിക്കാത്ത, എന്നെ ഉമ്മ വയ്ക്കാത്തത് ചോദിച്ചപ്പോൾ പറഞ്ഞത്ര, നിന്നെ ഞാൻ നാരായണനായിട്ടാണ് പ്രസവിച്ചപ്പോഴും കണ്ടത്, ഇപ്പോഴും എൻ്റെ രക്ഷകനായിട്ടുള്ള ഭഗവാനായിട്ടാണ് കാണുന്നത്, എനിക്ക് നിന്റെ മകനായിട്ട് കാണാൻ പറ്റണില്ല. ദേവകി ഒരിക്കലും കണ്ടില്ല ഭഗവാനെ മകനായിട്ട്. അതിൻ്റെ തേക്കം ഭഗവാന്റെ അകത്ത് എന്നും ഉണ്ടായിരുന്നു. 126 വയസ്സിൽ ശരീരം ഭൂമിയിൽ നിന്ന് കളയുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഉള്ളിലൊരു വിഷമുണ്ടായിരുന്നെങ്കിൽ അത് പെറ്റ അമ്മയുടെ യഥാർത്ഥ സ്നേഹം അദ്ദേഹത്തിന് കിട്ടാത്തതായിരുന്നു. ഹി ഓൾവേസ് മിസ്ഡ് ഇറ്റ് ആൻഡ് ഹി സ്റ്റിൽ മിസ്സസ് ഇറ്റ്. അതുകൊണ്ടാണ് ഈ വളർത്തമ്മമാരോട് ഇത്ര സ്നേഹം. ഒന്ന് എടുത്ത് വളർത്തി നോക്കൂ, കാണാൻ പറ്റും. ആ അനന്യഭക്തി കണ്ടിട്ടാണ് ഞാൻ വന്നതെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ആ വാത്സല്യഭാവം കണ്ടിട്ടാണ്. പിന്നെ എൻ്റെ അമ്മയെ നോക്കൂ, എത്ര ലളിതാണ് അമ്മ, എത്ര ലളിതയാണ്. പരാശക്തിയെ നമ്മൾ വിളിക്കണ പേരാ ലളിത. എന്താ ലളിത എന്ന് വിളിക്കണത്? അത്ര സിമ്പിളാ അമ്മ. പ്രകൃതി അത്ര സിമ്പിളാണ്. നമ്മളാണ് അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് കുഴപ്പം മുഴുവനാക്കണം. അത്രയും സിമ്പിളായിട്ടുള്ളവളായതുകൊണ്ടാണ് അവളെ ലളിത എന്ന് വിളിക്കുന്നത് നമ്മൾ. അതിന് വേറെ അർത്ഥങ്ങളൊക്കെ കാണും. പക്ഷെ ലളിതം എന്ന് എന്ത് ഭാവത്തിനെയാണ് പറയണത്? ലളിതമായ ഭാവം, സിമ്പിളായിട്ടുള്ള ഭാവം. ആ ലാളിത്യം ആ ദേവിയിൽ കണ്ടതുകൊണ്ടാണ് വന്നത്. പിന്നെ എന്നെ അല്ലാണ്ട് വേറെ ആരെയും അമ്മയ്ക്ക് വേണ്ട. ആ ശ്രദ്ധ കണ്ട് എനിക്കേന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് വേണ്ടിയുള്ള സേവ, എന്നെ നോക്കുക, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ആ ദേവിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരാൾ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോകും, എല്ലാം ഉപേക്ഷിച്ചിട്ട്. എന്തിനാ? ഏകാന്തത കിട്ടാൻ, നിശ്ചലത കിട്ടാൻ, ഫോർ സോളിറ്റ്യൂഡ് ആൻഡ് ഫോർ സ്റ്റിൽനെസ്. ഇതിനാണ് നമ്മൾ തപസ്സിന് പോകണം. കുറൂരമ്മ വീട്ടിലിരുന്നിട്ട് അച്ചീവ് ചെയ്തു, ഏകാന്തതയും അച്ചീവ് ചെയ്തു, സ്റ്റിൽനെസ്സും അച്ചീവ് ചെയ്തു. ഭഗവാൻ ഏതോ ജന്മത്തിൽ കൊടുത്ത വരായിരിക്കും, നിനക്ക് വീടേ വിട്ടു പോവാതെ ഇരുന്ന് തപസ് ചെയ്ത് എന്നെ കണ്ടുകൊണ്ട് ഉപാസിക്കാനുള്ള അനുഗ്രഹം ഞാൻ നിനക്ക് തരണു എന്ന് ഏതോ അതിനു മുമ്പുള്ളൊരു ജന്മത്തിൽ ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഫുൾഫിൽ ചെയ്യുക ചെയ്തത് ഇവിടെ. അപ്പോൾ ആത്മാവിനെ നിറയ്ക്കുന്നവളായത് എങ്ങനെയാണ് കുറൂരമ്മ? നമ്മളിതൊക്കെ കേട്ടിട്ട് കരയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്, ഭഗവാനെ സ്മരിക്കുന്നുണ്ട്. ആ മനസ്സിൽ ഇത്രയും നേരം ഞാൻ എന്തൊക്കെ കാര്യം പറഞ്ഞു അതൊക്കെ നിങ്ങൾ മറന്നുപോയാലും പുറത്ത് എന്ത് ഇടി മിന്നിയാലും ഒക്കെ ആ അമ്മയുടെ മടിയിലിരിക്കുന്ന ഉണ്ണി നിങ്ങളുടെ ഒക്കെ മൈൻഡിൽ കയറിയിരിക്കുന്നു, നിങ്ങളുടെ ഒക്കെ മനസ്സിൽ കയറിയിരിക്കുന്നു. ഈ 1.5 മണിക്കൂർ നേരം നമ്മൾ ആ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം ഓരോ സത്സംഗം. ഈ സത്സംഗം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒക്കെ കയ്യിൽ ആ ഉണ്ണി അങ്ങോട്ട് തന്നുവിടുക, കൊണ്ടുപോവുക, വളർത്തുക, കൂടെ കൊണ്ട് നടക്കുക. ആരോടും പറയണ്ട ഇങ്ങനൊരു മകനുണ്ടെന്ന്, അത് രഹസ്യമായിട്ട് വെച്ചാൽ മതി. അതിനും അതാണ് ഇഷ്ടം. ആരോടും പറയരുത് ഞാൻ കൂടെ നടക്കേണ്ടതെന്ന്. അങ്ങനെ കൊണ്ടു നടക്കുക. നിങ്ങൾ 2 പേര് നാളെ അമ്പലത്തിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വഴി കാണുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള 2 ഉണ്ണി ഉണ്ടാവും, അവരെ കളിക്കാൻ വിടുക. 5 പേരും 6 പേരും കാണുമ്പോൾ അവരുടെ കൂടെയുള്ള ഉണ്ണികളെയൊക്കെ കളിക്കാൻ വിടുക. എല്ലാം ചേർന്ന് ഒറ്റ വസ്തുവായിട്ട് നിൽക്കണത് കുറെ കാലം കഴിയുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാന് ആർഭാടം വേണ്ട,
ഭഗവാനെ അന്യനായിട്ടും ചക്രവർത്തിയായിട്ടും ഒന്നും കാണാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ ഒരുവനായി നിങ്ങളായി കാണുമെന്ന് അർച്ചന ചെയ്യണ മേശാന്തി തിരുമേനിയോട് ചോദിച്ചു നോക്കൂ, എങ്ങനെയാ പൂജ കഴിക്കണത്? മന്ത്രം ന്യസിച്ച് ദേവന് തുല്യമാക്കി മാറ്റിയതിന് ശേഷം മാത്രമാണ് അർച്ചകൻ ഭഗവാനെ അർച്ചന കഴിക്കുക. താഴെ ഇരിക്കണവന് മുകളിലിരിക്കണവനെ പൂജ കഴിക്കാൻ വിധിയില്ല തന്ത്രത്തിൽ. മേൽശാന്തി ഭഗവാന് തുല്യമാക്കണം തൻ്റെ ശരീരത്തിനെയും ആത്മാവിനെയും മനസ്സിനെയും, എന്നിട്ടാ ഭഗവാനെ പൂജ കഴിക്കണം. ചോദിച്ചു നോക്കൂ, തന്ത്രം അറിയാത്തവരാണെങ്കിൽ ചോദിച്ചു നോക്കൂ, അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെയാണ് പൂജ കഴിക്കണതിൻ്റെ രീതി. തുല്യര് തമ്മിലേ പൂജ കഴിക്കാൻ പാടും. ഭഗവാനെ അർച്ചിക്കുന്നവർ ഓരോരുത്തരും ഭഗവാന് തുല്യം, ഒരു സംശയമില്ല. നമ്മുടെ ഉള്ളിലുള്ള കളങ്കങ്ങളൊന്നും നീങ്ങിക്കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാനെ സ്വന്തം സ്വത്തായിട്ട് കാണുക. ഇതിൻ്റെ മുകളിലൊരു സ്വത്തിന് സമ്പാദിക്കാൻ, ഈ സ്വത്ത് ഒരിക്കലും ചെലവാക്കി തീരില്ല. ഒരിക്കൽ കിട്ടിയാൽ അതവിടെ FD ആണ്, ജന്മജന്മങ്ങൾക്ക് FD ആണ്. അതിൻ്റെ പലിശയ്ക്ക് അവസാനമില്ല. നമ്മുടെ ഭക്തി ലാളിത്യത്തിൽ നട്ടുവളർത്തുക. നമ്മുടെ പരിമിതികളൊക്കെ ഭഗവാന് സമർപ്പിക്കുക. ഭഗവാൻ എനിക്ക് ഒരുപാട് പരിമിതികളും കുറവുകളും ഉണ്ട്, ഇതൊക്കെ നീ എടുത്തോ. കാരണം നീ അതിനെയൊക്കെ പൂർണ്ണമാക്കി ഭംഗിയാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പരിമിതികളെ ഭഗവാൻ എന്തിനാ സമർപ്പിക്കണം വെച്ചാൽ അവിടെയൊക്കെ ഭഗവാൻ വന്ന് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യും, നമ്മളെ പൂർണ്ണരാക്കും. നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഈ തരത്തിലുള്ള ഭക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. പൂർണ്ണരായില്ലെങ്കിൽ ഈ ചക്രത്തിൽ വീണ്ടും വരേണ്ടി വരും. വീണ്ടും അടുത്ത ജന്മത്തിലും വന്ന് വേലൂര് വന്ന് നിങ്ങൾക്ക് ഈ പ്രഭാഷണം കേട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം, ഇടിമിന്നലും കൊണ്ട് ഞെട്ടിയിട്ട്. അതുകൊണ്ട് ഈ ചക്രത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള വിദ്യകൾ ആലോചിക്കുക. നിത്യജീവിതത്തിനെ പ്രാർത്ഥനയാക്കി മാറ്റുക. ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിയിലും ക്ഷമാപണ സ്തോത്രത്തിലൊക്കെ എഴുതി വെച്ച പോലെ ജപോ ജൽപശില്പം സകലമവിമുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി പ്രണാമസംവേശ സുഖമഖിലമാത്മാർപ്പണ ദൃശാ സപര്യാവര്യായസ്തമ ഭവതു എന്മേ വിലസത്. അമ്മേ, ഞാൻ പെറുപെറുക്കണതൊക്കെ നിന്റെ ജപമാവട്ടെ. ജപോ ജൽപ്പനങ്ങളൊക്കെ ജപമാവട്ടെ. ശില്പം സകലമവിമുദ്രാവിരചന, ഞാൻ എൻ്റെ കൈകൊണ്ടും കാലുകൊണ്ടും പല ആംഗ്യങ്ങളൊക്കെ കാണിക്കും, അതൊക്കെ നിനക്കുള്ള മുദ്രകളാവട്ടെ. ഗതിപ്രാദക്ഷിണ, ഞാൻ വെറുതെ അവിടെ ഇവിടെയൊക്കെ നടക്കണതൊക്കെ നിനക്കുള്ള പ്രദക്ഷിണാവട്ടെ. ഞാൻ കഴിക്കുന്നത് നിനക്കുള്ള ഹോമങ്ങളാവട്ടെ. ഞാൻ കിടന്നുറങ്ങിയാൽ നിനക്കുള്ള നമസ്കാരമാവട്ടെ. ഞാൻ ചെയ്യണതൊക്കെ നിനക്കുള്ള ആത്മാർപ്പണമാവട്ടെ. ഇത് തന്നെ മഹാദേവനോട് ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണാ ശരീരം ഗൃഹം പൂജാദേ വിഷയോ ഭവോകരചനാ നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപ്പതയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത്കർമ്മകരോ നിതത്തതകിലം ശംഭോ തവാരാധനം. ആചാര്യസ്വാമിയുള്ള വരികളാണ്. ഇങ്ങനെ ഭക്തി നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അവൻ കോട്ടും സൂട്ടൂട്ടും നടന്നാലും അവൻ BMW പോയാലും അവന് ഭഗവാനുണ്ട്. ഒരിക്കലും ഈ അവസരത്തിൽ വേറൊരു കാര്യം കൂടെ പറയണത്, ദാരിദ്ര്യമാണ് ഭക്തന്റെ ലക്ഷണം എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇതൊക്കെ 14-15 നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ നാട്ടിൽ കയറിക്കൂടിയിട്ടുള്ള കുറേ നോൺസെൻസിക്കലായിട്ടുള്ള തോട്ടുകളാണ്. സോഷ്യലിസം കൊണ്ടൊന്നും ഭക്തി ഉണ്ടാവില്ല. ഭക്തിക്ക് അവകാശി ആരാണെന്ന് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സമ്പന്നന് ഭഗവാനെ കിട്ടില്ല, ദരിദ്രനെ ഭഗവാനെ കിട്ടുള്ളൂ എന്നുള്ളതൊന്നും വിഷയമല്ല. എവിടെ മനസ്സിൽ ഭഗവാനുണ്ടോ അവിടെ ഭഗവാനുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ അതാണ് ശുദ്ധം, ഭഗവാൻ എവിടെയില്ലോ അവ അശുദ്ധം. എല്ലാ വസ്തുക്കളിലും അദ്ദേഹം ഇരിപ്പുണ്ട്. അത് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധ, കാണാൻ സാധിക്കാത്ത സ്ഥലങ്ങളൊക്കെ അശുദ്ധമായിട്ട് തുടരുകയും ചെയ്യും. ആത്യന്തികമായിട്ട് നമ്മുടെ ഏകാന്തത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ഉള്ളതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ ലോൺലിയാണ്. ആ ലോൺലിനെസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാവുന്ന ഒരേ ഒരു കൂട്ടുകാരൻ ആ ഉണ്ണിയാണ്. അതുകൊണ്ടാണ് ഗുരുരമ്മയ്ക്ക് അത് ദാനം സംഭവിച്ചത്. പിന്നെ ഭക്തി എന്നുള്ളതിന് പ്രായമില്ല, അത് സ്ത്രീ പുരുഷ ഭേദമില്ല, അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷനും അതിനില്ല. ഭക്തിക്ക് അംഗീകാരങ്ങളുടെ ആവശ്യമില്ല, ഭക്തിക്ക് ബാഹ്യചിഹ്നങ്ങളുടെ ആവശ്യമില്ല. കുറി തൊടണ്ട, മാലയിടണ്ട, അതിനനുസരിച്ചുള്ള തരം വസ്ത്രം ധരിക്കണമെന്ന് പോലും ഭക്തിക്ക് നിർബന്ധമില്ല. മനസ്സിനെ പിടിച്ചു കെട്ടാനാണ് നമ്മൾ ഇതൊക്കെ ആചരിക്കുന്നത്. മനസ്സിനെ പിടിച്ചു കെട്ടിയവന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് അവധൂതന്മാരുണ്ടായത്. തൃച്ചംബരം ക്ഷേത്രത്തിൽ അത്യാശ്രമി കിടന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. വില്ലുമംഗലത്തിന് ഭഗവാന്മാരെ കാണാൻ പറ്റും. തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അന്ന് ഭഗവാനെ കാണാനില്ല. അയ്യോ ഭഗവാനെ കാണാനില്ല.
എൻ്റെ കണ്ണിന് കാഴ്ച പോയേ എന്ന് പറഞ്ഞിട്ട് കരയും. കറണ്ട് പോയാൽ എൻ്റെ കണ്ണിന് കാഴ്ച പോയേ പറഞ്ഞിട്ട് നമ്മൾ കരയണ പോലെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് പുറത്തൊരു കായ്ക്കാത്ത കാഞ്ഞിരുണ്ട്. അതിൻ്റെ താഴെ ഒരു കുഷ്ഠരോഗിയുടെ ദേഹത്തുള്ള വ്രണങ്ങൾ അളിഞ്ഞു പഴുത്തൊഴുകണ്. പുഴുക്കളെ അതിൻ്റെ ഇല കൊണ്ട് വേദനിക്കാണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രോഗിയാണെങ്കിൽ ആനന്ദത്തിൽ ഇങ്ങനെ മുഴുകിയിട്ട് ദേഹത്തിൽ ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് പോലും കാണാത്ത രീതിയിൽ കിടന്നു. അപ്പോൾ ഭഗവാന്റെ അടുത്ത് അറപ്പോട് കൂടിയിട്ട് ചോദിച്ചു, അങ്ങ് തന്നെ ഈ വൃത്തികേട് ചെയ്യണോ? അപ്പം ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അതിനൊന്നും ഉത്തരം കൊടുക്കില്ല. certain questions need not be given answers, അല്ലേ? അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല, എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ചോദിച്ചു, ഇതിന് പകരം അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റി കൊടുത്തൂടെ ചോദിച്ചു. അപ്പോൾ എന്നിട്ട് വേണം വീണ്ടും 4 ജന്മം ജനിക്കാൻ, പാവം രക്ഷപ്പെടട്ടെ ഇതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. വില്ലുമംഗലത്തിനെയും ഇതേമാതിരി വയറുവേദന മാറ്റി കൊടുക്കാണ്ട് നടന്നൊരു കഥയുണ്ട്. വില്ലുമംഗലത്തിന് എന്നും വയറുവേദന, ഭഗവാനോട് എന്നും പറയും മാറ്റിത്താ മാറ്റിത്താ, കേട്ടാവാൻ കാണിക്കില്ല. അങ്ങനെ ഒരു ദിവസം കോക്കുന്നത്ത് ശിവാങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, വയറുവേദന ഭയങ്കരമാണ്, മാറണില്ല. ഓ, ഞാനൊരു ഭസ്മം കലക്കിത്തരാ പറഞ്ഞിട്ട് ശിവന്റെ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഭസ്മം കലക്കി കൊടുത്തു, കുടിച്ചു. അപ്പ വയറുവേദന മാറി. വീട്ടിൽ വന്നു, എവിടെ നോക്കി, ഇവിടെ നിന്നെ ഉപാസിച്ചിട്ട് എനിക്ക് എന്താ കിട്ടിയത്? അവിടെ ശിവന്റെ ആള് വേണ്ടി വന്നു എൻ്റെ വയറുവേദന മാറ്റിത്തരാൻ. മാറിയല്ലോ, സന്തോഷമായി. അല്ല, നിനക്കെന്താ മാറ്റി തന്നാല്? ഞാൻ വിചാരിച്ചു ഈ ജന്മത്തോടെ തീർന്നോളുമല്ലോ എന്ന്. ഇനി ഇതനുഭവിക്കാൻ വേറെ 3 ജന്മം ജനിക്കണ്ടേ അച്ഛാ ചോദിച്ചു അത്രേ. അങ്ങനെ വില്ലുമംഗലം 3 ജന്മം ജനിച്ചു. കാളയായും പാമ്പായിട്ടും തുളസിച്ചെടിയായിട്ടും ജനിച്ചിട്ടാണ് അവസാനം മോക്ഷം. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും കുറൂരമ്മയുടെ കാര്യത്തിൽ വന്നില്ല. അതിൻ്റെ ആവശ്യമേ വന്നില്ല. നാച്ചുറലി ഹി കെയിം, ഹി ലിവ് വിത്ത്. അമ്മയും കൊണ്ട് പോവുകയും ചെയ്തു. ആരും വിളിക്കാണ്ട വന്നു, കൂടെ ഇരുന്നു, കൊണ്ടുപോയി. വില്ലുമംഗലത്തിന് പൂജയ്ക്ക് ഒരുക്കാൻ വന്നപ്പോഴാണ് ഒരു തവണ മേത്ത് മുഴുവൻ കരിയായിരുന്ന കഥ കേട്ടിട്ടുണ്ട്. ഇതെവിടുന്ന ഇങ്ങനെ കരി വന്നത്? അല്ലെങ്കിലേ കറുത്ത ചക്കനാ, അതിൻ്റെ മേലെ കരി വേറെ. അപ്പം ഇതെവിടുന്ന് ഈ കരി വന്നത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അതൊക്കെ ഒരു സംഭവം ഉണ്ടായി, പറയാൻ കൊള്ളില്ല. അപ്പം എന്താ? ഞാൻ ഭയങ്കര വികൃതി കാണിച്ചപ്പോൾ അമ്മ എന്നെ വികൃതി സഹിക്കാണ്ട് കരിക്കലത്തിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റും വെച്ചു. അവിടെ കിടക്ക് കുറച്ചു നേരം, വികൃതി താങ്ങാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുണ്ട് വരട്ട് മൂപ്പര് ദേഹത്തൊക്കെ കരിയാക്കിയിരിക്കുന്നത്. ആ കരിക്ക് എന്നും ശരീരത്തിൽ അഭിഷേകം ചെയ്യണ കളഭത്തിനെക്കാട്ടിലും മാഹാത്മ്യം ഭഗവാൻ കൊടുത്തു എന്നാണ്. ഈശ്വര, ആ കരിപ്രസാദമൊക്കെ തൊടാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഗുരുവായൂരപ്പ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭഗവാനിലേക്ക് ഒരൊറ്റ പാലേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ പാദത്തിലേക്ക്, ആ തൃപ്പാദത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് ശ്രദ്ധ കൊണ്ടൊരു പാലിടുക. ആ പാലത്തിൽ കൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റൂ. വേറെ ഒരു മാർഗവുമില്ല. കുറൂരമ്മയുടെ ജീവിതം വെറുതെ കേട്ട് രസിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ മാത്രം കണ്ണീര് വാർത്ത് ഒരു ഇമോഷണൽ വേലിയേറ്റത്തിൽ അത് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ മറന്നു പോകേണ്ട ഒരു കഥയല്ല. എങ്ങനെ ഒരു വ്യക്തിയുടെ ഏകാന്തതയും ജീവിതത്തിൽ വന്നിട്ടുള്ള ദുരന്തങ്ങളും ആ വ്യക്തിയെ എങ്ങനെ നൈരാശ്യത്തിൽ വീഴ്ത്തുന്നതിന് പകരം ആധ്യാത്മികമായിട്ട് ഉയർത്തി എന്നറിയണമെങ്കിൽ വരൂ, കുറൂരമ്മയുടെ ചരിത്രം പഠിക്കൂ, ഞങ്ങളുടെ നാട്ടിൽ വരൂ എന്ന് പറയാൻ നമ്മൾ ഓരോരുത്തർക്ക് സാധിക്കണം. അതിനാദ്യം നമ്മൾ പകർത്തി കാണിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് കുറൂരമ്മയുടെ മടിയിലിരിക്കുന്ന ആ ഉണ്ണിയുടെ ഉണ്ണിക്കയ്യിൽ ഈ പ്രഭാഷണത്തിനെ വെണ്ണയാക്കിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് വെച്ചുകൊണ്ട് ആ ഭഗവാന്റെ പിഞ്ചു കാലുകളെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പൊന്നു ഗുരുവായൂരപ്പ, സർവേശ്വര, അമ്മേ ജഗദംബികെ, സർവേശ്വരി, നാരായണ.